ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലവ് ഫോർ യു എന്ന ചൈനീസ് ഡ്രാമയാണ്. ഡ്രാമയുടെ ആദ്യം തന്നെ കാണിക്കുന്നത് 2011 നടക്കുന്ന കാര്യങ്ങളാണ്. ചെയ്യേങ് ഒരു കൗൺസിലിംഗ് റൂമിൽ ഇരിക്കുന്നു. എന്നിട്ട് ചെയ്യേങ്ങിനോട് ഡോക്ടർ പറയുന്നുണ്ട്, നിന്റെ പഴയ കാലങ്ങളൊക്കെ നീ മറക്കണം, നീ ഒരു പുതിയ ജീവിതം നയിക്കണം. നിന്റെ പഴയ കാലങ്ങളിൽ ഒത്തിരി അഴുക്ക് കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു, നിന്റെ ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. അതുകൊണ്ട് ഇനി മുതൽ നീ ഒരു പുതിയ ജീവിതം നയിക്കണം, നിന്നെ കൊണ്ട് പറ്റും, ഇനിയാണെങ്കിൽ നയിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന മൗജിങ്ങിനെയാണ്. അവൾ വളരെ കാലം കൂടിയിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. എന്നാൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് അവൾക്കറിയാവുന്ന ഒരാളെ കാണുന്നു. എന്നാൽ അയാൾക്കാണെങ്കിൽ ഇവളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പറയുകയാണ്, നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, നീ അങ്ങ് മാറിപ്പോയല്ലോ, കുറെ നാളായില്ലോ നീ നാട്ടിലേക്കൊക്കെ വന്നിട്ട്, നീ വരുന്ന കാര്യം ചെയ്യെങ്ങനെ അറിയാവുന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അയാൾ അവളെ വീട്ടിൽ കൊണ്ടേ ആക്കുകയാണ്. പിന്നീട് അവൾ അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു, അവളെല്ലാം വൃത്തിയാക്കുന്നു. പിന്നെ കബോർഡിൽ നിന്ന് ഒരു പ്രതിമ എടുത്ത് അത് ഷെൽഫിൽ വെക്കുകയാണ് അവൾ. എന്നിട്ട് അവൾ അടുക്കളയിൽ കയറി സൂപ്പ് ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് ചെയ്യെ അങ്ങോട്ട് വരുന്നു. വീട് വൃത്തിയായി കണ്ടപ്പോഴത്തേക്കിനും അവൾ പറയുകയാണ്, തൂലേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ വീട്ടിൽ കയറി വീടൊന്നും വൃത്തിയാക്കണ്ടെന്ന്, എനിക്കത് ഇഷ്ടമല്ലെന്ന്. ആ സമയത്ത് മൗജിങ് അങ്ങോട്ട് വരുന്നു. അവളെ കണ്ട് അവൻ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് മൗജിങ് പറയുകയാണ്, കുറെ നാളായല്ലോ കണ്ടിട്ട്, ഞാൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ആ സൂപ്പ് കഴിക്കാന്നൊക്കെ. എന്നിട്ട് ചെയ്യെ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, ഇത് നിന്റെ വീടൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം മൗജിങ് പറയുന്നുണ്ട്, 10 വർഷത്തിൽ കൂടുതൽ ഞാൻ ഈ വീട്ടിൽ തന്നെ അല്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇതെന്റെ വീട് അല്ലാതാകുന്നതെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് 1997 നടക്കുന്ന കാര്യങ്ങളാണ്. മൗജിങ്ങും അമ്മയും കൂടെ തേയാങ് സിറ്റിയിലോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ടിക്കറ്റ് ചെക്കിങ്ങിന് വരുന്നു. എന്നാൽ മൗജിങ്ങിനാണെങ്കിൽ അമ്മ ടിക്കറ്റ് കൊടുത്തിട്ടില്ല. അവൾ കുഞ്ഞിതാ, അവൾ എന്നെ മടിയിരുന്നോളും എന്നൊക്കെയാണ് മൗജിങ്ങിന്റെ അമ്മ ടിക്കറ്റ് ചെക്കറിനോട് പറഞ്ഞേക്കുന്നത്. അതേസമയം തേങ് സിറ്റി നടക്കുന്ന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ചെയ്യേങ്ങും 2 കൂട്ടുകാരും കൂടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്ന പണമുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാരുടെ കൂടെ കൂടി അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം. ചെയ്യേങ്ങിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇന്ന് വൈകിട്ട് വീട്ടിലോട്ട് വാ, അമ്മ ഡിന്നർ ഉണ്ടാക്കി വെക്കുക, എല്ലാവരും കൂടെ വരാൻ പറയുന്നുണ്ട്. എന്നാൽ ചെയ്യേൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഇന്ന് ഡിന്നറുണ്ട്. ഇത് കേട്ടപ്പോൾ ചെയ്യേന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛനാണെങ്കിൽ ഡിന്നറൊക്കെ നിനക്ക് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ. അപ്പം ചെയ്യേൻ പറയുന്നുണ്ട്, അത് എനിക്ക് വേണ്ടിയല്ല, അച്ഛൻ ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ട ഒരു പെണ്ണ് വീട്ടിലോട്ട് വരുന്നുണ്ട്, ആ പെണ്ണിന് വേണ്ടിയാണ് അച്ഛൻ ഡിന്നർ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുക. ആ സമയത്ത് മൗജിങ്ങും അമ്മയും കൂടെ ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ്. എന്നാൽ മൗജിങ്ങിനെ അവിടെ നിർത്തിയിട്ട് അമ്മ വാഷ്റൂമിലേക്ക് പോവുകയാണ്. എന്നാൽ മൗജിങ്ങിനെ അവിടെ ഒറ്റയ്ക്ക് എല്ലാ സാധനവും പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവരോർത്തു അവളുടെ ഏതോ വലിയ വീട്ടിലെ കൊച്ച അവളുടെ ഒന്നും എല്ലാം മോഷ്ടിക്കാന്ന്. എന്നിട്ട് ചെയ്യേങ്ങിന്റെ കൂട്ടുകാരനാണ് അടുത്ത് ചെന്നിട്ട് അവളുടെ സാധനങ്ങൾ തട്ടിപ്പറിക്കാൻ നോക്കുന്നു. എന്നാൽ ചെയ്യെ അങ്ങോട്ട് വന്നിട്ട് മൗജിങ്ങിനെ അവൻ്റെ നിന്ന് രക്ഷിക്കുകയാണ്. അപ്പോൾ മൗജിങ് ഓർത്ത് ചെയ്യേങ് ഒരു നല്ല ആളായിരിക്കും, എന്നാൽ ഇതെല്ലാം ചെയ്യേങ്ങിന്റെ കൂട്ടുകാരൻ്റെ പ്ലാൻ ആയിരുന്നു. എന്നിട്ട് ചെയ്യെ മൗജിങ്ങിനോട് പറയുകയാണ്, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഇത് കുറേ സാധനങ്ങളുണ്ടല്ലോ, ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളുടെ ഒരു സാധനം എടുക്കുകയാണ്. മൗജിങ് അത് കൊടുക്കുകയാണ്. അപ്പോൾ ചെയ്യേൻ ചോദിക്കുകയാണ്, നീ എന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നത്, പിന്നെ എങ്ങനെയാണ് എന്നെ എത്രയും വിശ്വാസം, എന്തിനാ ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നതെന്ന്. എന്നിട്ട് ചെയ്യേൻ ചോദിക്കുന്നത്, എൻ്റെ വീട് എവിടെയാണ്, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാവുന്ന. അപ്പോൾ മൗജിങ് പറയുകയാണ്, എനിക്ക് എൻ്റെ വീട് അറിയത്തില്ല, ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് അമ്മ പറഞ്ഞു പുതിയ വീട്ടിൽ പോവാൻ എന്നൊക്കെ പറഞ്ഞ് വന്നാന്ന് പറയാം. ആ സമയത്ത് മൗജിങ്ങിന്റെ അമ്മ അങ്ങോട്ട് വരുന്നു. മൗജിങ്ങിന്റെ അമ്മയെ കണ്ടിട്ട് ചെയ്യേങ് മനസ്സിലാവുകയാണ് അച്ഛൻ പരിചയപ്പെട്ട പുതിയ പെണ്ണെന്ന്. ചെയ്യേങ് ശരിക്കും മൗജിങ്ങിന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടിരുന്നു, അങ്ങനെയാണ് മനസ്സിലായത്. എന്നിട്ട് ചെയ്യേങ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ മൗജിങ്ങിന്റെ ഒരു പാക്കറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ മൗജിങ്ങും അമ്മയും കൂടെ പുതിയ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ മൗജിങ്ങിനോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ മൗജിങ് പറഞ്ഞ ഓർമ്മയുണ്ട്, അങ്കിളിനോട് നല്ലതായിട്ട് പെരുമാറണം, പിന്നെ ചേട്ടനോടാണെങ്കിലും വഴക്കുണ്ടാക്കാൻ പാടില്ല, ഇതെല്ലാം ചോദിച്ച് അവർ പുതിയ വീട്ടിലേക്ക് കയറുകയാണ്. ചെയ്യേന്റെ അച്ഛൻ അവർ രണ്ടുപേരെയും വെൽക്കം ചെയ്യാണ്. എന്നിട്ട് പറയുകയാണ് മൗജിങ്ങിനോട്, ഇതാണ് നിന്റെ പുതിയ റൂം, ഈ റൂം ചേട്ടൻ്റെ ആയിരുന്നു, ഇനി നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യണം, ഞാൻ ഇവിടെ ഒരു കട്ടിലിട്ട് തരാം. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾ വരാൻ കാത്തിരിക്കുമായിരുന്നു, ഞാൻ ഡിന്നറൊക്കെ ഉണ്ടാക്കി, ഇനി ഒരു ഡിഷും കൂടി ഉണ്ടാക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു. മൗജിങ്ങിന്റെ അമ്മ പറയാണ്, എന്നാൽ ഞാനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടുന്ന് അവർ രണ്ടുപേരും പോവുകയാണ്. പിന്നീട് ഇവർ 3 പേരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെയ്ൻ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ഷെയ്ൻ്റെ അച്ഛൻ പറയുകയാണ്, ഇതാണ് ആൻറ്റി, ഇതാണ് നിന്റെ ആനി. ഷെയ്നെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടായിരുന്നു അങ്ങോട്ട് വന്നിരുന്നത്. അപ്പോൾ മൗജിങ്ങിന്റെ അമ്മ പറയുകയാണ്, ഷെയ്ൻ നല്ല കുട്ടിയാണല്ലോ, ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടാണല്ലോ വന്നേക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ മൗജിങ്ങിന് ഷെയ്നോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. എന്നിട്ട് മൗജിങ്ങിന്റെ അമ്മ പറയുകയാണ്, മൗജിങ് ആണെങ്കിൽ നിങ്ങൾക്ക് തരാൻ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നത്, ഗിഫ്റ്റ് കൊടുക്കാൻ. ശരിക്കും ആ ഗിഫ്റ്റാണ് ഷെയ്ൻ ആണെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയത്. എന്നാൽ മൗജിങ് ആയിട്ട് ഷെയ്ൻ്റെ അച്ഛന് അവൾ വരച്ചൊരു ഡ്രോയിങ് കൊടുക്കുകയാണ്. അതിനകത്ത് ഷെയ്ൻ്റെ അച്ഛനുണ്ട്, ഷെയ്ൻ ഉണ്ട്, അമ്മയുണ്ട്, അവളും ഉണ്ടായിരുന്നു. അത് ചെയ്യേന്റെ അച്ഛന് വളരെ ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അതുകൊണ്ട് ഫ്രിഡ്ജിന്റെ മണ്ടേ വെക്കുന്നു. പിന്നീട് അവളുടെ റൂമിൽ അവളുടെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുകയാണ് മൗജിങ് അവളുടെ അമ്മയും. മൗജിങ് പറയാണ്, എന്റെ ഗിഫ്റ്റ് വിറ്റിട്ടാണ് അവൻ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നതെന്ന്. എന്നാൽ മൗജിങ്ങിന്റെ അമ്മ പറയുന്നു, ഈ സിറ്റുവേഷനൊക്കെ നീ എന്ത് നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്തേക്കുന്നത്, നിന്റെ ഡ്രോയിങ്സ് ആണെങ്കിൽ ചെയ്യേന്റെ അച്ഛന് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് ചെയ്യെ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങുകയാണ്. അടുത്ത ദിവസം ചെയ്യേന്റെ അച്ഛൻ സിഗരറ്റ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോകുന്നു. എന്നാൽ കടക്കാരൻ പറയുകയാണ്, ഈ സിഗരറ്റ് തന്നെയാണ് ഇന്നലെ ചെയ്യേം കൊണ്ട് വിറ്റത്, എന്നാൽ ഇപ്പോഴാണ്
അപ്പോഴാണെങ്കിൽ അവന്റെ അച്ഛൻ അത് മേടിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് അച്ഛൻ വീട്ടിൽ ചെന്നിട്ട് ചെയിനെ മുട്ട നിർത്തുകയാണ്. ആ സമയത്ത് മോജിൻ സ്കൂൾ കഴിഞ്ഞ് വരികയാണ് വീട്ടിലോട്ട്. എന്നിട്ട് ചെയിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, നിന്റെ നല്ല ചെയിൻ സിഗരറ്റ് മോഷ്ടിച്ചിട്ട് അത് കൊണ്ട് വിറ്റെന്ന്. എന്നാൽ മോജിന്റെ അമ്മ പറയുന്നുണ്ട്, അല്ല, മോജിനാണെങ്കിൽ അത് അവന് കൊടുത്തതാ അല്ലേ മോജിൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ മോജിൻ പറയുന്നു, അതെ, ഞാൻ അവന് കൊടുത്തതാന്നൊക്കെ പറയുന്നു. എന്നാൽ ചെയിൻ്റെ അച്ഛനായിട്ട് മുട്ട നിർത്തിയിട്ട് അവിടെ നിന്ന് അനങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. വീട്ടിലെ ഷെൽഫിൽ ഒരു പ്രതിമ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ മൗജിനോട് പറയുകയാണ് അച്ഛൻ, നിനക്ക് ഈ പ്രതിമ പേടിയല്ലേ, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ട് വേറൊരു സ്ഥലത്തായിട്ട് ആക്കിക്കോളാം എന്ന് പറഞ്ഞ് അത് എടുക്കുകയാണ്. അപ്പം ചെന്നിയെ വന്നിട്ട് പറയുകയാണ്, ഇല്ല, അത് മാറ്റരുത്, അതെന്റെ അമ്മയുടെയാണ്, ഇതെന്റെ അമ്മയാണ് ഇവിടെ വെച്ചേക്കുന്നത്, ഇത് അവളെ വെച്ചേരെ എന്ന് പറഞ്ഞ് അച്ഛനും മോനും കൂടെ ആ വഴക്കുണ്ടാക്കുകയാണ്. എന്നാലാണെങ്കിൽ മോജിന്റെ അമ്മയാണെങ്കിൽ ആ സ്റ്റാച്ചു പിടിച്ച് വലിക്കുന്നുമുണ്ട് അത് അവിടെ തന്നെ വെക്കാൻ വേണ്ടി. എന്നാൽ ചെങ്ങിയുടെ അച്ഛൻ അത് അവിടെ വെക്കാൻ സമ്മതിക്കുന്നുമില്ല. അങ്ങനെ അത് പിടിച്ച് വലിച്ച് അത് പൊട്ടിപ്പോവുകയാണ്. ഇതെല്ലാം ആലോചിച്ച് വളരെ സങ്കടത്തോടെ രാത്രി കിടക്കുവാണ് ചെന്നിയെ. എന്നാൽ മോജിനാണെങ്കിൽ അവന്റെ സങ്കടം മാറ്റാൻ വേണ്ടി അവൾക്കുണ്ടായിരുന്ന ഒരു ക്യാൻഡി എടുത്ത് കൊടുക്കുകയാണ്. എന്നാൽ ആ ക്യാൻഡി അവൻ വലിച്ചെറിയുന്നുമുണ്ട്. അടുത്ത ദിവസം രാവിലെ ചെയെ നോക്കിയപ്പോൾ മൗജിങ്ങിനെയും ആ പ്രതിമയും കാണുന്നില്ല. അവനാണെങ്കിൽ തപ്പി ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു പുഴയുടെ സൈഡിൽ അവരെ രണ്ടുപേരെയും കാണുകയാണ്. മൗജിനാണെങ്കിൽ ആ പ്രതിമ കഴുകുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് മൗജിൻ പറയുന്നുണ്ട്, ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി ഒട്ടിച്ചു തരാം, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ചെയ്യായിട്ട് ആ പ്രതിമ അവളുടെ നിന്ന് തട്ടിപ്പറിച്ച ശേഷം അവളെ ആ പുഴയിലേക്ക് ഉന്തിവിടുകയാണ്. എന്നാൽ അവൾക്കാണെങ്കിൽ നീന്താനും അറിയത്തില്ലായിരുന്നു. അവളാണെങ്കിൽ രക്ഷിക്കണേന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവൻ കേൾക്കുന്നുമില്ല. പിന്നീട് അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവളുടെ വീട്ടിലായിരുന്നു അവള്. എന്നിട്ട് അമ്മയെ കണ്ടപ്പോൾ അവൾ പറയുകയാണ്, ചെയ്യാണ് എന്നെ ഉന്തിയിട്ടത്, എന്നിട്ട് എന്നെ രക്ഷിക്കാതെ അവിടെ നിന്നും പോയെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അമ്മ പറയുന്നുണ്ട്, ഇതൊന്നും ചെയ്യേണ്ട അച്ഛൻ അറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, നമുക്കിവിടെ കുറച്ച് നാളും കൂടെ ജീവിക്കണം, എനിക്ക് ഒരു ജോലി തരാമെന്നൊക്കെ അങ്കിൾ പറഞ്ഞിട്ടുണ്ട്, ജോലിയൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ അമ്മ അവളോട് പറയുന്നുണ്ട്. ആ സമയത്ത് ചെയ്യെ അങ്ങോട്ട് വരുന്നു. ഇതെല്ലാം ചെയ്യേയും കേൾക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ആ പ്രതിമയും ഉണ്ടായിരുന്നു. എന്നാൽ ചെയ്യെ തന്നെയായിരുന്നു മോജിങ്ങിനെ ആ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചേ. എന്നാൽ മോജിങ്ങിനെ ആണെങ്കിൽ ബോധമില്ലാത്തതുകൊണ്ട് മോജിങ് ഇതൊന്നും അറിയുന്നുമില്ല. ചെയ്യെയാണെങ്കിൽ ആരോടും ഇത് പറയുന്നുമില്ല. അങ്ങനെ അവന് ആ പ്രതിമ എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് അത് കബോർഡിനകത്ത് എടുത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് 1999 കാര്യങ്ങളാണ്. അവിടെ ഒരു പൂൾ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ചെയ്യെ കാണാൻ വേണ്ടി അവൾ അങ്ങോട്ട് പോകുന്നു. അവിടെ അവന്റെ കൂട്ടുകാരന്മാരും ഉണ്ടായിരുന്നു. എന്നിട്ട് കൂട്ടുകാരന്മാർ പറയുകയാണ്, ഇത് നിന്റെ അനിയത്തി വരുന്നെന്നൊക്കെ. അപ്പം ചെയ്യെ പറയുന്നുണ്ട്, എനിക്ക് അനിയത്തി ഒന്നുമില്ല, ഇതെന്റെ ശത്രുവാന്നൊക്കെ. എന്നാൽ അവൾ പറയുന്നുണ്ട്, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതൊന്നല്ല, നിന്റെ അച്ഛൻ പോക്കറ്റ് മണി തന്നു വിട്ടിട്ടുണ്ട് ഈ മാസത്തെ, അത് തരാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് ആ പൈസ അവന്റെ കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. ചെയ്യെ ആണെങ്കിൽ എപ്പോഴും രാത്രിയിൽ വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത് ജനലിൽ കൂടെയായിരുന്നു. അവനെ കാണുമ്പോൾ അവൾ ജനൽ തുറന്നു കൊടുക്കും. അങ്ങനെ അവൻ അകത്തോട്ട് വരുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഫ്രണ്ട് വാതിൽ തുറന്നല്ലേ കിടക്കുന്നത്, പിന്നെ എന്തിനാണ് നീ ജനലിൽ കൂടെ വരുന്നതെന്ന്. അപ്പം അവൻ പറയുന്നുണ്ട്, ഇത് എന്റെ വീടാ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുന്നു. എല്ലാ ദിവസത്തെ പോലെ സ്കൂൾ കഴിഞ്ഞ് അവൾ വീട്ടിലോട്ട് ചെല്ലുകയാണ്. എന്നാൽ അവൾ വീട്ടിൽ കാണുന്നത് ചെയ്യേന്റെ അച്ഛൻ അവനെ ഉപദ്രവിക്കുന്നതായിട്ടാണ്. എന്നിട്ട് പറയുകയാണ്, നീ സ്കൂളിൽ പോകുന്ന കാര്യം സ്വപ്നത്തിൽ പോലും കരുതണ്ട, നീ പോവണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവനെ ഉപദ്രവിക്കുകയാണ്. ഇതൊക്കെ കണ്ട് പേടിച്ച് അവനോട് അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ് അവന്റെ അച്ഛൻ, ഞാനാണ് നിന്റെ അച്ഛനെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല, നിന്റെ അമ്മ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലായത്, നേരത്തെ അവൾ കണ്ടിട്ടുണ്ട് അവനെ ഉപദ്രവിക്കുന്ന അച്ഛൻ, പക്ഷെ അവൾക്ക് അന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു അത് അച്ഛൻ ഉപദ്രവിക്കുന്നതായിട്ടാണ്. പിന്നീട് കാണിക്കുന്ന അവൾ സൂപ്പ് ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കുന്നതാണ്. അവനാണെങ്കിൽ കട്ടിലേൽ നല്ല പേടിച്ച് വിറച്ച് കിടക്കുകയാണ്. അവന് നല്ല പനിയും ഉണ്ടായിരുന്നു. ആദ്യമേ സൂപ്പ് അവന് വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളാണെങ്കിൽ അത് വാരി കൊടുക്കുകയാണ്. പിന്നീട് അവൻ തന്നെ കുടിക്കുകയായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ സൂപ്പ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഇനി പ്രോമിസ് തരാം, നിന്നെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കുകയോ വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യത്തില്ലെന്നൊക്കെ. പിന്നീട് കാണിക്കുന്ന 2002 നടക്കുന്ന കാര്യങ്ങളായിരുന്നു. അവൾ സ്കൂളിൽ പോയി, അവൾ ടോപ്പായിരുന്നു സ്കൂളിൽ. എന്നാൽ അവനാകട്ടെ ഇപ്പോഴും പണിക്ക് പോവുകയാണ്. അവളുടെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു സെയിൽസിന്റെ ജോബുണ്ട്. പിന്നീട് കാണിക്കുന്ന അവളുടെ ഒരു ബർത്ത്ഡേ ദിവസമായിരുന്നു. അവളുടെ അമ്മയാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് ഒരു ജ്വല്ലറിയിലേക്ക് പോകുന്നു. എന്നിട്ട് അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മേടിക്കുകയാണ്. എന്നാൽ അവളുടെ ബർത്ത്ഡേ ആയിട്ട് പോലും അവളുടെ അമ്മ അവൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല. അവളാകട്ടെ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു ഷോപ്പിൽ നിന്ന് ഒരു കേക്ക് മേടിച്ചുകൊണ്ട് അവൾ തന്നെ മുറിക്കാൻ പോവുകയാണ്. എന്നാൽ ആ സമയത്ത് ചെയ്യെ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ആ കേക്ക് എടുത്ത് തിന്നുകയാണ്. എന്നിട്ട് അവളോട് ഹാപ്പി ബർത്ത്ഡേയും പറയുന്നുണ്ട്. അവളുടെ അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്ന സെയിൽസ് കമ്പനിയിലെ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുക്കുവാണ് അവളുടെ അമ്മയെ. അതിനുവേണ്ടി ഒരു പാർട്ടിയും കൊടുക്കുന്നുണ്ട്. എന്നാൽ പാർട്ടി നടക്കുന്നത് ഒരു ക്രൂസിലുമായിരുന്നു. ആ സമയത്ത് ചെയ്യയോട് ഒരാൾ വന്ന് പറയുകയാണ്, ഇന്നത്തെ പണി ഒരു ക്രൂസ് ഷിപ്പിലാണ്, നീ ഞങ്ങളെ അവിടെ കൊണ്ട് എത്തിക്കണം, എന്നിട്ട് തിരിച്ചു കൊണ്ട് ആക്കണമെന്നും പറയുകയാണ്. പാർട്ടിക്കിടയ്ക്ക് അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാനായിരുന്നു അവരുടെ പരിപാടി. ചെയ്യക്കറിയായിരുന്നു അവളുടെ അമ്മയുടെ കമ്പനിയിലെ പാർട്ടിയായിരുന്നു അവിടെ നടക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ചെയ്യെ പിന്നീട് വീട്ടിൽ ചെല്ലുമ്പോൾ മൗജിങ്ങിനോട് പറയുകയാണ്, നാളെ നീ ഒരിടത്തും പോയേക്കല്ല, നാളെ രാത്രി വീട്ടിൽ തന്നെ കാണണമെന്നൊക്കെ. എന്നാൽ അടുത്ത
ദിവസം രാത്രിയിൽ അവൾ പാർട്ടിക്ക് പോവുകയാണ് അമ്മയുടെ നിർബന്ധപ്രകാരം. എന്നാൽ ആ പാർട്ടി അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഒരാൾ അവളെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ചേയെ ആളെ ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. അവളെ ശല്യപ്പെടുത്തുന്ന അവൻ കാണുകയാണ്. ഈ സമയത്ത് ആ ക്രൂസിൽ അവൻ കൊണ്ടുവന്ന ആൾക്കാരെല്ലാം തല്ലിപ്പൊട്ടിക്കുകയാണ്. അങ്ങനെ അവിടെ വലിയ ബഹളം ഉണ്ടാകുന്നു. എന്നാൽ ചേയ്ക്ക് കൊടുത്തിരുന്ന പണി അവരെ കൊണ്ടുവരെ തിരിച്ചു കൊണ്ടാക്കുക എന്ന് മാത്രമായിരുന്നു. എന്നാലും മൗജിങ്ങിനെ അവിടെ ഒരാൾ ശല്യപ്പെടുത്തുന്ന കണ്ടിട്ട് അവൻ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളെ രക്ഷിക്കാൻ ഓടുകയാണ്. മൗജിങ്ങിന്റെ അമ്മയുടെ ബോസ് ആണെങ്കിൽ ആ സമയത്ത് മൗജിങ്ങിന്റെ അമ്മയെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് വേറൊരു ബോട്ടിൽ കയറി. എന്നാലും അമ്മ അവളെ തപ്പുന്നുണ്ടെങ്കിലും അവളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ മൗജിങ്ങും ചേയെ അമ്മയെ കാണുകയാണ്. എന്നിട്ട് അവരുടെ പുറകെ ഓടുന്നുമുണ്ട്. എന്നാൽ അമ്മയാണെങ്കിൽ ഇവരായിട്ട് കാണുന്നുമില്ല. പിന്നീട് അവർ കാണുന്നത് അമ്മ വേറൊരു ബോട്ടിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്നതാണ്. അവൾ ഓർക്കുകയാണ് അമ്മയ്ക്കൊരു മാറ്റം ഇല്ലല്ലോ, ഇപ്പോഴും സെൽഫിഷാ, അമ്മയുടെ കാര്യം മാത്രമേ അമ്മ നോക്കുന്നുള്ളൂ, എന്നെ എപ്പോഴും അമ്മ ഉപേക്ഷിക്കുകയാണെന്ന്. എന്നാൽ ചെയ്യങ്ങാട്ടെ അവൻ്റെ ബോട്ട് എടുത്തിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ അവർ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അവൾ പറയുകയാണ് എനിക്കിപ്പം വീട്ടിലോട്ട് കയറി പോകണ്ട, നമുക്ക് എവിടെയെങ്കിലും പോവാം, എനിക്ക് വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാമെന്ന്. എന്നിട്ട് അവർ സ്ട്രീറ്റിൽ പോയി കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലോട്ട് പിന്നെയും വരികയാണ്. അവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവർ കേൾക്കുന്നത് മൗജിങ്ങിൻ്റെ അമ്മയും ചേയും കൂടെ സംസാരിക്കുന്നതാണ്. മൗജിങ്ങിൻ്റെ അമ്മ ചേയോട് പറയുകയാണ് മകളാണെങ്കിൽ ഇപ്പം കാണുന്നില്ല, നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളെ തപ്പാൻ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നുണ്ട് നിനക്ക് വേറൊരാളുമായിട്ട് ബന്ധമില്ലേ, അവളുമായിട്ടല്ല നീ എപ്പോഴും കറങ്ങാൻ പോകുന്നത് എന്നൊക്കെ. അപ്പം മൗജിങ്ങിൻ്റെ അമ്മ പറയുകയാണ് നമ്മൾ തമ്മിൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇന്നത്തിനാണ് താൻ ഇങ്ങനെ എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് പറയാനൊരു അവകാശമില്ലെന്നൊക്കെ. എന്നാൽ അയാൾ പറയുന്നുണ്ട് എന്നോട് ജീവിക്കുന്ന നിനക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ നീ നിന്റെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാനൊക്കെ. അപ്പോൾ മൗജിങ്ങിൻ്റെ അമ്മ ചേയോട് പറയുകയാണ് നിങ്ങളെല്ലാം നിർബന്ധിച്ച് മകളെയും കൂടെ കൊണ്ടുവരണം, ഒരു മകളും മകനും ഉണ്ടായി മാത്രമേ ഒരു പെർഫെക്റ്റ് ഫാമിലി ആകത്തുള്ളൂ, അവിടെ നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് അവളെയും കുട്ടിയെന്ന് പറയുകയാണ്. ഇതൊക്കെ മൗജിൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൗജിൻ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർക്കുകയാണ്. അവളുടെ അമ്മ പണ്ടും അവളെ ഉപേക്ഷിച്ചിട്ട് അവളുടെ ആൻറ്റിയുടെ അടുത്താക്കിയിട്ട് പോയേക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടാണ് തേൻ സിറ്റിയിലോട്ട് വന്നത്. അവളുടെ ആൻറ്റി ആണെങ്കിൽ ചെറുപ്പത്തിൽ വളരെ മോശമായിട്ടായിരുന്നു അവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവളുടെ അമ്മ വന്നപ്പോൾ അവൾക്ക് വളരെ സന്തോഷവുമായി. അന്ന് അവളെ ഉപയോഗിക്കാനാണെന്ന് അവൾക്ക് അന്നും മനസ്സിലായില്ല. ഇതൊക്കെ കേട്ട് അവൾക്ക് സഹിക്കാൻ മേലാതെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ചെന്നൈയും അവളും കൂടെ ഒരു റൂഫ് ടോപ്പിലേക്ക് പോയി. അവിടെ എത്തിക്കഴിയുമ്പോൾ ചെന്നൈ അവളോട് പറയുകയാണ് നിനക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ കരഞ്ഞോ, പക്ഷെ പിന്നീട് ഈ കാര്യം ഓർത്ത് നീ ഒരിക്കലും സങ്കടപ്പെടല്ലേ, നീ ഒരിക്കലും ഇത് ഓർക്കുകയും ചെയ്യല്ലെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ലെന്ന്. ചെന്നൈ എന്നിട്ട് പറയുകയാണ് മക്കളാന്ന് കരുതി എല്ലാ പേരൻസൊന്നും അവരെ സ്നേഹിക്കത്തില്ല, ചില പേരൻസിനൊന്നും മക്കളെ ഡിസേർവ് പോലും ചെയ്യുന്നില്ലെന്നൊക്കെ. അപ്പോൾ അവൾ അവനോട് പറയുകയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമായിരുന്നു, നീ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്, ഇത് നീ സംസാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ. അപ്പോൾ അവൻ പറയുകയാണ് എന്നാൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നീ ഒന്ന് കാണിച്ചു തരാൻ. അപ്പോൾ അവളാണെങ്കിൽ അവൻ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് പറയുകയാണ് ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ്, നീ ഈ റൂമിൽ വരണ്ട, ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പൊക്കോ, ഇത് നിൻ്റെ വീടൊന്നും അല്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനിങ്ങനെ എപ്പോഴാണ് സംസാരിച്ചേ, ഞാൻ ഇങ്ങനെ സംസാരിക്കാറില്ലെന്ന്. അപ്പോൾ അവൾ ചിരിക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന്. അപ്പോൾ അവൾ പറയുകയാണ് പഠിക്കണം, അതല്ലേ എല്ലാവരും ഇപ്പം ചെയ്യുന്നതെന്ന്. പിന്നെ ചെയിനും അമ്മയും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ എവിടെയായിരിക്കുമെന്ന്. അവൻ പറയുന്നുണ്ട് ഞാൻ പോലീസ് അക്കാഡമിയിലാണ് പോകുന്നത്, ഞാൻ ആപ്ലിക്കേഷനൊക്കെ ഓൾറെഡി കൊടുത്തു എന്നൊക്കെ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലായിരിക്കുന്നത്, നമ്മളത് ആരെയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല, നമ്മൾ തന്നെയായിട്ട് ഇതൊക്കെ ഡിസൈഡ് ചെയ്യണമെന്ന്. ഇത് കേട്ട് അവൾ ഓക്കെ സർ എന്ന് പറയുന്നു. അങ്ങനെ തിരിച്ച് അവർ വീട്ടിലായിട്ട് ചെല്ലുന്നു. അവരാണെങ്കിൽ വിൻഡോ വഴിയാണ് അകത്തോട്ട് കയറുന്നത്. എന്നാൽ അവൾ ഫസ്റ്റ് ടൈം ആയിരുന്നു അവൾ വിൻഡോ വഴി കയറുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് നീ ഒന്നും പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെ റൂമിലാക്കിയ ശേഷം അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ചെയ്യെ പോലീസ് അക്കാഡമി ചേരാൻ വേണ്ടി റേസ് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടാണ്. എന്നിട്ട് അവനാണെങ്കിൽ നല്ലതായിട്ട് ഓടാനും കഴിവുണ്ട്, അവൻ നല്ലതായിട്ട് ഓടുന്നുമുണ്ട്. എന്നാൽ അവിടുത്തെ കുറേ പെൺപിള്ളേർ അവൻ്റെ ഫാനുമായിരുന്നു. മ്യോജിനാണെങ്കിൽ അവനോട് സംസാരിക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അവർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് ഇതാരെ ഈ പെണ്ണ് അവനോട് സംസാരിക്കുന്നത്, ഇത് അവളുടെ ഗേൾ ഫ്രണ്ട് ആണോ എന്നൊക്കെ. പിന്നീട് അവൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആ പിള്ളേർ ഓടി വന്നിട്ട് അവളോട് വഴക്കുണ്ടാക്കുകയാണ്. പറയുകയാണ് ഞാൻ അവൻ്റെ ഫാനോ അവൻ്റെ പുറകെ നടക്കുന്ന പെണ്ണോ ഒന്നുമല്ല, ഞാൻ അവൻ്റെ പെങ്ങളാന്ന്. ചേയെ ഒറ്റക്കൊച്ചല്ല, പിന്നെ എങ്ങനെയാണ് സിസ്റ്റർ ഉണ്ടാകുന്നതെന്നൊക്കെ. അപ്പം ചേയെ അങ്ങോട്ട് വന്ന് അവളെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ അവൾ പറയുകയാണ് നിനക്ക് ഇത്ര ഫാൻസ് ഉള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്ന്. പിന്നീട് ഒരു ദിവസം അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട് ഓടി വന്ന് അവളെ വിളിക്കുകയാണ്. എന്നിട്ട് കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇന്ന് ആ പോലീസ് അക്കാഡമിയിലെ എക്സാം, പക്ഷെ അവനെ കാണുന്നില്ല, സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി അവൻ വീട്ടിൽ പോയതാണ്, പക്ഷെ അവനെപ്പറ്റി ഇനി ഒരു വിവരവും ഇല്ല, അവനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, ഒന്ന് വീട്ടിൽ വരെ വരാവോ, വീടിൻ്റെ കീ നിൻ്റെ കയ്യിലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ ക്ലാസ്സിൽ ആരെങ്കിലും ഇൻഫോം ചെയ്തിട്ടാണോ നീ വരുന്നത്, ഇത് പ്രശ്നമാകത്തില്ലേ എന്ന് പറയുകയാണ്. എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവനെ കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവർക്കറിയായിരുന്നു അവൻ്റെ അച്ഛന് ഈ എക്സാംസിനോടൊന്നും താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവനെ പൂട്ടിയിടുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ ആദ്യമേ വീട്ടിലോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് വീട് തുറന്ന് കയറുകയാണ് അതിനകത്തോട്ട്. അപ്പം അവൾ നോക്കുമ്പോഴത്തേക്കിനും അവൻ്റെ അച്ഛൻ വരുന്നുമുണ്ട്.
അച്ഛൻ വരുന്നത് കണ്ടിട്ട് അവൾ പറയുകയാണ്, നീ ഓടിച്ചെന്ന് അവൻ എവിടെയാന്ന് റൂമിനകത്ത് തേടി കണ്ടുപിടിക്കുക, അപ്പോഴത്തേക്ക് ഞാൻ അച്ഛനെ ബ്ലോക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് അച്ഛൻ വരുമ്പോഴത്തേക്കും അവൾ ഓരോന്നൊക്കെ പറയുകയാണ് അച്ഛനോട്, എനിക്ക് പോക്കറ്റ് മണി വേണം, എനിക്ക് സ്റ്റോറിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പോക്കറ്റ് മണി മേടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് കാര്യം പറഞ്ഞിട്ട് അച്ഛനെ തടയുകയാണ്. അപ്പോൾ അച്ഛൻ എന്തോ സംശയം തോന്നി. ആ സമയത്ത് അവൻ നോക്കുമ്പോൾ അച്ഛൻ അവനെ പൂട്ടിയിട്ടേക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവൻ ഓടി ചെന്നിട്ട് ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അവന് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഡോറാണെങ്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കീ ആണെങ്കിൽ ഇവരുടെ കയ്യിലും ഇല്ല. ആ കത്തി ഉപയോഗിച്ച് അവൻ കയർ മുറിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അവനും അവൻ്റെ കൂട്ടുകാരും. ഈ സമയത്ത് അച്ഛൻ അവിടെ വന്ന് നോക്കുമ്പോൾ അവരെ കാണുന്നുമില്ല. അപ്പോൾ ആണെങ്കിൽ ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഓടിയും പോകുന്നു. എന്നാൽ ആ സമയത്ത് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരോട് കുറച്ചും കൂടെ സമയം വേണമെന്ന് വേറൊരു കൂട്ടുകാരൻ ഓടി ചെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ എന്തേലും പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ലായിരുന്നു. അവരാണെങ്കിൽ എക്സാമിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ പോവുകയാണ്. അവരെത്തിക്കഴിയുമ്പോഴത്തേക്കിനും അവിടെ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ എക്സാം അപ്പിയർ ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. അന്ന് രാത്രി അവൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ വന്നോ, നീ പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്കിത് കഴിക്കാം എന്നൊക്കെ പറയുകയാണ്. അവന് നല്ല ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. അവൻ റൂമിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും അവൻ്റെ ബുക്കും അവൻ്റെ ആപ്ലിക്കേഷൻ ഫോമോ ഒന്നും കാണുന്നൊന്നുമില്ല. അവൻ്റെ അച്ഛൻ ഇതൊക്കെ എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് അച്ഛനോട് പറയുകയാണ്, എൻ്റെ സാധനത്തിനൊക്കെ തൊടാൻ നിങ്ങൾക്ക് ആരാ പെർമിഷൻ തന്നെ, ഞാൻ ഇതൊന്നും നോക്കല്ലെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാണ് നോക്കിയെന്നൊക്കെ. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, നിന്നെ നോക്കി ഞാൻ സ്വന്തം മോനെ പോലെ, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. നിൻ്റെ നല്ലതിനാ പറയുന്നത്, നീ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പവർ ബ്യൂറോയിൽ പോയി ചേരണം, നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്, ഞാൻ എത്ര പേരുടെ കയ്യിലും കാലും പിടിച്ചിട്ടാണോന്നറിയാമോ ആ ജോലി ശരിയാക്കിയെന്നൊക്കെ. എനിക്ക് ഇലക്ട്രിസിറ്റി പേടിയാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, പിന്നെ എന്തിനാണ് എന്നെ പവർ ബ്യൂറോയിൽ ജോലിക്ക് വിടുന്നത്, എനിക്കതൊന്നും ഇഷ്ടമല്ല, എനിക്ക് പോലീസ് അക്കാഡമിയിൽ പോയാൽ മതി, എൻ്റെ അമ്മയുടെ ജീവിതവും നിങ്ങൾ ഇങ്ങനെയാക്കി എൻ്റെ ജീവിതം കൂടെ അഴുക്കാക്കല്ല എന്നൊക്കെ പറയുകയാണ് അവൻ. എന്നാൽ അച്ഛനാട്ടെ ഒന്നും മിണ്ടാതെ കബോർഡ് തുറന്ന് അവിടുന്ന് വയറെടുക്കുകയാണ്. അവന് വയറും ഇലക്ട്രിസിറ്റിയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് അവനെ പേടിപ്പിക്കാൻ തന്നെയായിരുന്നു അച്ഛൻ ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അവൻ നല്ല ദേഷ്യം വരുന്നുണ്ട്, അച്ഛനെ ഒന്തിടുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അയൺ ബോക്സ് എടുത്ത് അച്ഛൻ്റെ തലക്കെട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അവൻ അടിക്കുന്നുമില്ല. എന്നിട്ട് അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. അവൻ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ മൗജിങ്ങിൻ്റെ അമ്മ ആ സമയത്ത് വരികയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് മൗജിങ്ങിൻ്റെ സ്കൂളാണ്. മൗജിങ്ങിനെ ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു, അങ്ങോട്ട് ചെല്ലാനെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ടാക്സി കയറി മൗജിങ് പോവുകയാണ്. പോകുന്ന വഴിക്ക് കാണിക്കുകയാണ്, ഗ്രീൻ ലൈൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്രണ്ടിൽ കുറേ ആൾക്കാർ നിൽക്കുന്നു. എന്നിട്ട് അവർ കുറേ ബോർഡും പിടിച്ചിട്ടുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങളുടെ പൈസ ഇങ്ങോട്ട് തിരിച്ചു താ, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ ഏൽപ്പിച്ചത്, എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ക്യാബ് ഡ്രൈവറിനോട് ചോദിക്കുകയാണ്, എന്താ പറ്റിയത് ഗ്രീനിലേക്ക് എന്ന്. അവർ കുറേ പേരുടെ കയ്യിൽ നിന്ന് പൈസ ഡിപ്പോസിറ്റായിട്ട് മേടിച്ചായിരുന്നു. പക്ഷേ കമ്പനി പൂട്ടിയ കാരണം ആ പൈസയൊന്നും അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം അവരുടെ സ്ഥാപനത്തിന് മുമ്പിൽ ബഹളം വെക്കുന്നത്. ശരിക്കും ഗ്രീൻ ലൈനിൽ തന്നെയായിരുന്നു അവളുടെ അമ്മയും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ സെയിൽസിലെ ആളായിരുന്നു അവളുടെ അമ്മ. അവൾ ചെല്ലുന്ന ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ അവളുടെ അമ്മയുണ്ട്. എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. അപ്പം പറയുകയാണ്, ചേയ്ക്ക് തലയിൽ ബ്ലീഡിങ് ഉണ്ട്, അതുകൊണ്ട് ICUയിൽ അഡ്മിറ്റ് ആണെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇത്ര പെട്ടെന്ന് ബ്ലീഡിംഗ് ഒക്കെ വന്നതെന്ന്. അമ്മ പറയുന്നു, ചെന്നൈക്ക് വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു, എന്നാൽ അച്ഛനത് സമ്മതിച്ചുമില്ല. അങ്ങനെ അവർ വഴക്കുണ്ടാവുകയാണ്. ചേനാണെങ്കിൽ ആ സങ്കടത്തിൽ പോയി കുടിക്കുകയാണ്. കുടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും അവൻ്റെ കാല് സ്ലിപ്പായി തലയിടിച്ച് വീഴുകയാണ്. ആ വീഴ്ചയിലാണ് അവൻ്റെ തലയിൽ ബ്ലീഡിങ് ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവർ സ്ട്രെയിറ്റ് ICUയിലോട്ടാണ് കയറ്റിയത്. എന്നാൽ ICUയിലാണെങ്കിൽ എന്തേരം പൈസയാവും, ഞാൻ എൻ്റെ സേവിങ്സ് മുഴുവൻ എടുക്കണം ഇനി ട്രീറ്റ് ചെയ്യാൻ എന്നൊക്കെ പറയുകയാണ് അമ്മ. എന്നാൽ ചേനിയനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, അവൻ എന്തൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത മകനാണ് എന്നൊക്കെ പറയുകയാണ് അമ്മ. ഞാനാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല, ഇങ്ങോട്ടാണ് നേരെ വന്നതെന്നൊക്കെ പറയുകയാണ്. എന്നാൽ മൗജിയും പറയുന്നുണ്ട്, ഞാൻ ഇനി ഇവിടെ നിന്നോളാം, അമ്മ വീട്ടിൽ പൊക്കോ, അമ്മ പോയി ഫ്രഷ് ആയിക്കോ എന്നൊക്കെ പറയുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അമ്മ മൗജിനെ വിളിച്ച് പറയുന്നുണ്ട്, നാളെ തന്നെ പോയി പവർ ബ്യൂറോയിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തോണം, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇതിനു വേണ്ടി ചിലവാക്കത്തില്ലെന്ന്. അപ്പം മൗജിയും പറയുന്നുണ്ട്, അതിന് ഞാൻ ലീഗലി ഡോക്ടറൊന്നും അല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പം അമ്മ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നീ അവിടെ പോയിട്ട് സൈൻ ഇട്ട് കൊടുത്താൽ മതിയെന്ന്. എന്നാൽ അടുത്ത ദിവസം മൗജിങ്ങിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അവൾ സൈൻ ഇടാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നൈയെ വന്നിട്ട് മൗജിങ്ങിന് ഇൻഷുറൻസിൻ്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാർഡ് കൊടുക്കുന്നതായിട്ടാണ്. ആ സമയത്ത് മൗജിങ്ങിൻ്റെ അമ്മ അവിടെ എത്തുന്നു. എന്നിട്ട് ചെന്നൈയോട് പറയുകയാണ്, നിൻ്റെ അച്ഛൻ ICUയിൽ കിടന്നിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി, നീ എന്താ ഇങ്ങോട്ട് വരാഞ്ഞെന്നൊക്കെ. വീടായ അച്ഛനും മകനും തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും, അത് സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞ് അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുതെന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ തന്നെ 3 ദിവസമായി ICUയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എന്തേരം പൈസ ആവുമെന്ന് അറിയാവോ ICUയിൽ കിടക്കുമ്പോൾ, ഞാനും നിൻ്റെ അച്ഛനും തമ്മിൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പം ചെന്നിയെ പറയുന്നുണ്ട്, ഞാൻ സ്റ്റുഡൻറ്റ് മാത്രമാണ്, എൻ്റെ എങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടാകുന്നത്, അച്ഛനെ നോക്കിക്കോളാമെന്നല്ലായിരുന്നോ പറഞ്ഞിരുന്നത്, ഇപ്പം എന്നാ പ്രശ്നം, അച്ഛൻ മരിച്ചിട്ട് പോലും ഇല്ലല്ലോ, അതിന് മുമ്പ് തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ചെന്നൈയെ. പിന്നീട് കാണിക്കുന്ന മോജിയും ചെയ്യും കൂടെ ICUവിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, അച്ഛനിപ്പം ഭയങ്കര സീരിയസ് ആണ്,
അച്ഛന് സ്വന്തമായിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റത്തൊന്നുമില്ല, എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നൊന്നും അറിയത്തില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും അച്ഛനെ കാണാൻ വേണ്ടി ഐസിയുവിനകത്ത് കയറുകയാണ്. എന്നിട്ട് മൗജിനോട് പറയുകയാണ് ചെനിയെ, അച്ഛൻ ഒരിക്കലും നിൻ്റെ ലൈഫിൽ ഒരു ബേർഡൻ ആകത്തില്ല. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പൂൾ ക്ലബ്ബ് മേടിച്ചേക്കുവാണ്, അതിൻ്റെ പൈസ മതി അച്ഛനെ നോക്കാൻ വേണ്ടി. ഇനി തികഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അച്ഛൻ്റെ സേവിങ്സും കൊണ്ട് ആ കടമെല്ലാം വീട്ടാം എന്നൊക്കെ പറയുകയാണ്. എനിക്കറിയാം നിൻ്റെ അമ്മ അച്ഛൻ്റെ ബാങ്ക് ബുക്കിൻ്റെ പുറകെയാണ്, ബാങ്കിലെ സേവിങ്സ് എടുക്കാൻ വേണ്ടി. എന്നാൽ എനിക്ക് വീടും പെൻഷനും മാത്രം മതി, വേറൊന്നും വേണ്ട. നിനക്കും നിൻ്റെ അമ്മയ്ക്കും എത്ര നാൾ വേണമെങ്കിലും വീട്ടിൽ താമസിക്കാം എന്ന് പറയുകയാണ്. അച്ഛൻ്റെ മരണശേഷം നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ബന്ധമില്ല, എന്നാലും നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സായിട്ട് ഇരിക്കാമെന്ന് പറയുകയാണ് ചേനിയെ. ഈ സമയത്ത് അച്ഛന് സീരിയസ് ആയിട്ട് അച്ഛൻ മരിച്ചു പോവുകയാണ്. ചേന ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴെല്ലാം ചേനയുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു. ആ ഫയലിനകത്ത് വേറൊന്നും അല്ല, പെറ്റേണിറ്റി ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. ശരിക്കും ചേൻ തന്നെയായിരുന്നു ചേനയുടെ അച്ഛൻ. പിന്നീട് കാണിക്കുന്ന ചെന്നൈയും മൗജിനും അച്ഛൻ്റെ കലറെ പൂ വെക്കുന്നതായിട്ടാണ്. അവിടേക്ക് മൗജിങ്ങിൻ്റെ അമ്മ വന്നു, എന്നിട്ടൊരു പൂ വെക്കുന്നു. എന്നിട്ട് മൗജിനോട് പറയുകയാണ്, മഴയാ പെയ്യുന്ന, നമുക്ക് തിരിച്ചു പോകാം, ഇവിടെ ചെന്നൈ നിന്നോളും എന്ന് പറയുകയാണ്. എന്നാൽ മൗജിനാട്ടെ ചെന്നൈയെ ഒറ്റയ്ക്ക് അവിടെ നിർത്താതെ അവൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അമ്മ എന്നിട്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന മൗജിങ്ങിൻ്റെ അമ്മയാണ്. അവൾ ഗ്രീൻ വില്ലയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പെറുക്കുകയാണ്. കൂടെ മൗജിങ്ങും ഉണ്ട്. അമ്മ മൗജിങ്ങിനോട് പറയുന്നുണ്ട്, നീ ഇനി ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചാൽ മതി, ഞാൻ ഒരു വർഷത്തേക്കിനുള്ള പൈസ തരാം, നീ അത് കൊണ്ടുപോയിട്ട് ഒരു വർഷം ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഷട്ടറിൽ ആരോ കൊട്ടുന്നു. പുറത്ത് അവർ കടം മേടിച്ച ആൾക്കാരായിരുന്നു നിൽക്കുന്നത്. അവരവിടുന്ന് ബാക്ക് ഡോർ വഴി ഓടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ആ ഷട്ടർ പൊങ്ങുകയാണ്. അത് വേറെ ആരുമില്ലായിരുന്നു, ചെനിയെ തന്നെയായിരുന്നു. എന്നിട്ട് പറയുകയാണ്, മുമ്പ് ഇവിടെ കൊട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾ കടം മേടിച്ച ആൾക്കാരാണെന്നൊക്കെ പറയുകയാണ്. പിന്നീട് മൗജിൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ സ്വപ്നം കാണുകയാണ്, അമ്മയുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് എങ്ങോട്ടോ ഓടിപ്പോകുന്നതായിട്ട്. എന്നാൽ മൗജിങ്ങിനാണെങ്കിൽ അമ്മ കൊണ്ടുപോകുന്നുമില്ല. മൗജിൻ പോണ്ടെന്ന് പറഞ്ഞാലും അമ്മ അവളെ ഊന്തി മാറ്റിയിട്ട് പോവുകയാണ് അവിടെ നിന്നും. പെട്ടെന്ന് അവൾ ഉറക്കം തെളിയുന്നു. എന്നിട്ട് അമ്മയെ നോക്കുകയാണ് അവൾ വീട്ടിനകത്ത് മുഴുവനും. എന്നാൽ ചെയ്യേ അവിടെ ഉണ്ടായിരുന്നു. ചെയ്യേ പറയുകയാണ്, നിൻ്റെ അമ്മയെ തപ്പുന്നെങ്കിൽ അമ്മ റൂമിലുണ്ടെന്ന്. എന്നാൽ അവൾ ചെന്ന് നോക്കുമ്പോൾ അമ്മ റൂമിൽ ഉറങ്ങുകയായിരുന്നു. എന്നിട്ട് മൗജിൻ ചെയ്യോട് പറയുകയാണ്, ഇനി നീ ഹോസ്റ്റലിൽ പോയി താമസിക്കണ്ട, നിൻ്റെ വീടല്ലേ ഇത്, പിന്നെ എന്നിട്ട് നീ ഹോസ്റ്റലിൽ പോകുന്നത്, ഞാൻ നിൻ്റെ റൂം ക്ലീൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് അവൾ അവൻ്റെ ബാഗ് എടുത്തുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര വയസ്സായി, നമുക്കിനി രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു റൂമിലൊന്നും കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മൗജിൻ പറയുന്നുണ്ട്, ഇത് നിൻ്റെ വീടാണ്, ഞാനും അമ്മയും എത്ര നാൾ ഇവിടെ താമസിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണം എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന മൗജിൻ്റെ സ്കൂളാണ്. അവളുടെ ക്ലാസ് ടീച്ചർ ഓടി വന്നിട്ട് മൗജിന് ഫോൺ കൊടുക്കുകയാണ്. ആ ഫോണിൽ വേറെ ആരുമല്ലായിരുന്നു, അവളുടെ അമ്മയായിരുന്നു. അവളുടെ അമ്മ ഫോണിൽ കൂടെ പറയുകയാണ്, അരമണിക്കൂറിനുള്ളിൽ നീ ബസ് സ്റ്റാൻഡിൽ വന്നേക്കണം, അങ്കിൾ ലീ ആണെങ്കിൽ നിന്നെ കൊണ്ടുവരാൻ സ്കൂളിൽ വരും, നീ അങ്കിൾ ലീയുടെ കൂടെ വന്നേക്കണം എന്നൊക്കെ പറയുകയാണ്. എന്നാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താ കാര്യം എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ ഒന്നും പറയുന്നുമില്ല. പെട്ടെന്ന് അമ്മ ഫോൺ വെക്കുന്നു. എന്നിട്ട് അവളോട് ക്ലാസ് ടീച്ചർ പറയുകയാണ്, ഹാഫ് ഡേ ലീവ് അമ്മ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ പൊക്കോളാൻ പറയുകയാണ്. അതേസമയം ചെന്നൈയാണ് കാണിക്കുന്നത്. അവൻ ബാങ്കിലാണ് ഉള്ളത്. അവൻ്റെ വീട് പണയം വെച്ചിട്ട് അവന് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുണ്ടായിരുന്നു. അവന് പൂൾ ക്ലബ്ബ് മേടിക്കാൻ, അതിനുവേണ്ടി ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കാനായിരുന്നു അവൻ ബാങ്കിലെത്തിയത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ പറയുകയാണ്, ഈ വീടിന് ഓൾറെഡി ഒരു ലോൺ ഉണ്ടെന്ന്. എന്നാൽ അവർ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ കാണുകയാണ്, ചെന്നൈയുടെ അച്ഛൻ ആശുപത്രി കിടക്കുന്ന സമയത്തായിരുന്നു ഈ ലോണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അവനും പറയുന്നുമുണ്ട്. എന്നാൽ അയാൾ പറയുകയാണ്, പക്ഷേ ഇവിടെ ചെയിൻ്റെ സിഗ്നേച്ചർ എല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് ഇത് അപ്രൂവ് ചെയ്തേക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വലിയ എമൗണ്ടാണ് ആ വീടിന് ലോൺ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ലോണും അടച്ചു തീർക്കണം അവന്, അതുമല്ല അവന് ലോൺ വേറെ കിട്ടത്തുമില്ലെന്ന്. അതേസമയത്ത് അവൻ്റെ കൂട്ടുകാരൻ ഓടി വന്ന് പറയുകയാണ്, മൗജിങ്ങിൻ്റെ അമ്മയും ലവറും ഒളിച്ചോടി പോവുകയാണെന്ന്. കമ്പനിക്ക് വേണ്ടി കടം മേടിച്ചവരല്ല, അവരുടെ പുറകെയാണ്, അതുകൊണ്ടാണ് അവർ ഒളിച്ചോടി പോകുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ശരിക്കും ഈ മോർട്ടേജ് ലോൺ എടുത്തേക്കുന്നത് അവളുടെ അമ്മ തന്നെയാണ്, ആ പൈസ കൊണ്ടാണ് അവർ ഒളിച്ചോടി പോകുന്നതെന്ന്. അതേസമയത്ത് അങ്കിൾ ലീ മൗജിങ്ങിനെ കൂട്ടാൻ വേണ്ടി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അവൾ പതുക്കെ നടന്നു വരികയാണ്. എന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ് അങ്കിൾ ലീ. അവൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് ചെയ്യും, അമ്മയ്ക്ക് എന്നാ പറ്റിയെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അയാളാണെങ്കിൽ അമ്മയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് വലിച്ചു കയറ്റുകയാണ്. എന്നാൽ അവൾ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ഞാൻ എന്നത്തിന് വരുന്നേ, അമ്മ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയത്ത് ചെന്നൈയും കൂട്ടുകാരൻ അവിടെ എത്തുന്നു. എന്നിട്ട് അവരുടെ കൈ അവൻ വീടിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ. അപ്പം പറയുന്നുണ്ട്, അവളുടെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അവളെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന് പറയുകയാണ്. അപ്പോൾ അവന് മനസ്സിലാവുകയാണ് അവളെയും കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു അമ്മയുടെ പ്ലാൻ എന്ന്. എന്നാൽ മൗജിൻ പറയുന്നുണ്ട്, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, അമ്മയെ കണ്ടുപിടിക്കണമെങ്കിൽ ബസ് സ്റ്റാൻഡിലോട്ട് പോകാമെന്ന് പറഞ്ഞ് അയാളുടെ വണ്ടിയിൽ കയറി ഇവരെല്ലാവരും ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. എന്നാൽ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിയുമ്പോൾ അമ്മയെ കാണുന്നുമില്ല. അപ്പോൾ അവൻ പറയുകയാണ് അവളോട്, ഞാൻ പൊട്ടനാണോ, നീ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ, നിന്നോടൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടാണോ, നിങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണെന്നൊക്കെ പറയുകയാണ് അവൻ.
എന്നാൽ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് അവിടെ വെച്ച്. അന്ന് അവൾ ദേഷ്യത്തോടെ അവനെ വിളിച്ചിട്ട് സർവീസ് ഡെസ്കിൽ പോവുകയാണ്. എന്നിട്ട് അവളെ വിളിച്ച് പറയുകയാണ്, വേ മിച്ചേൻ്റെ മകൾ അമ്മയും കാത്ത് ഇവിടെ സർവീസ് ഡെസ്കിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് അങ്കിൾ ലേനെയും കാണാതാവുന്നു. അവൾ ദേഷ്യത്തോടെ അവനെയും വിളിച്ചുകൊണ്ട് എല്ലാ ബസ്സും കയറി ഇറങ്ങുകയാണ്. എന്നാൽ അമ്മയാണെങ്കിൽ കാണുന്നുമില്ല. പിന്നെ ചെയ്യെ അവളോട് പറയുന്നു, നീ നിൻ്റെ അമ്മയെ തപ്പി എവിടെ വേണമെങ്കിലും പൊക്കോ, ഞാൻ നിന്നെ കൺട്രോൾ ചെയ്യത്തില്ലെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മ എവിടെയാണ് പോയതെന്ന് എനിക്കറിയത്തില്ല, പിന്നെ എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടതെന്ന്. എന്നിട്ട് ചെയ്യെ കുറച്ച് രൂപ അവളുടെ കൈ വെച്ചിട്ട് പറയുകയാണ്, നീ അമ്മയെ തപ്പി പൊക്കോളാൻ. അങ്ങനെ ആ ബസ് സ്റ്റാൻഡിൽ അവൾ ഒറ്റയ്ക്കായി. എന്നാൽ ബോർഡിങ്ങിന് നിൽക്കാൻ വേണ്ടി അവൾ സ്കൂളിൽ പോകുന്നു. എന്നാൽ അമ്മയാണെങ്കിൽ 1 വർഷത്തേക്കിന് ഫീസാണെന്ന് പറഞ്ഞാണ് അവളുടെ കാർഡ് കൊടുത്തത്. അത് ഡിക്ലൈൻ ആവുകയും ചെയ്തു. എന്നിട്ട് അവിടുത്തെ എംപ്ലോയി പറയുകയാണ്, 1 വർഷത്തെ ഫീസ് അടയ്ക്കാനൊന്നും ഇതിനകത്ത് പൈസ ഇല്ലെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, 1 വർഷം വേണ്ട, എന്നാൽ പിന്നെ 1 സെമസ്റ്റർ ആയിക്കോട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ 1 സെമസ്റ്ററിന് വേണ്ടി അവൾ ഹോസ്റ്റലിൽ നിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവൾക്ക് ഫുഡ് മേടിച്ച് കഴിക്കാൻ പോലും അവളുടെ പൈസയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ക്ലാസ്സിലിരിക്കുകയാണ് ലഞ്ച് ടൈമിനല്ല. ചെന്നൈക്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ളതുകൊണ്ട് അവൻ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഒരു ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാങ്കാണ്. ചെന്നൈ ചെന്നിട്ട് ആ മാസത്തെ ഡ്യൂ അടയ്ക്കുകയാണ് ബാങ്കിൽ. ആ ബാങ്കിലൊക്കെ ഓഫീസേഴ്സ് കസ്റ്റമേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന മൈക്കിൽ കൂടിയാണ്. അതുകൊണ്ട് എല്ലാ കൗണ്ടറിൽ തന്നെ മൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കൗണ്ടറിൽ നിന്ന് ഒച്ച കേൾക്കുകയാണ്, വേ മിച്ചേൻ്റെ അക്കൗണ്ട് ഫ്രോസ് ആയെന്ന്. അപ്പം പെട്ടെന്ന് ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, ഇത് വേ മിച്ചേൻ നമുക്കറിയാലോ, അത് വേറെ ആരുമല്ലായിരുന്നു, മൗജിൻ തന്നെയായിരുന്നു. മൗജിൻ്റെ അമ്മയുടെ പേരായിരുന്നു വേ മിച്ചേൻ. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പറയുകയാണ്, വേ മിച്ചേൻ അല്ലേ നമ്മുടെ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയത്, എന്നിട്ട് അയാളുടെ മോളാണോ ഇതെന്ന് ചോദിച്ച് അവളുടെ പുറകെ എല്ലാവരും പോവുകയാണ്. ഇതെല്ലാം ചെന്നൈയും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചെന്നൈ അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, നിൻ്റെ അമ്മ നിന്നെ വിളിച്ചില്ലേ, എന്താ പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടില്ല, എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ലെന്ന്. അപ്പം ചെന്നൈയെ പറയുകയാണ്, എന്നാൽ പിന്നെ ഇപ്പോൾ അമ്മയെ വിളിക്കുക, ഇവിടെ വെച്ച് വിളിക്കുമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിക്കുന്നു. എന്നിട്ട് ആ അമ്മയാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. മൗജി എന്നിട്ട് അവനോട് പറയുകയാണ്, അമ്മയെ നിൻ്റെ നിന്ന് പറ്റിച്ചുകൊണ്ട് പോയ പൈസയല്ല ഞാൻ മാസം തോറും തന്നു തീർത്തേക്കാം. എന്നാൽ അവൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയല്ലേ കടം മേടിച്ച്, പിന്നെ എന്തിനാണ് നീ പൈസ തിരിച്ചടയ്ക്കുന്നത്, നീ എന്നെ വലിയ ഹീറോ ആകാനാണോ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. തണുപ്പ് കാലത്ത് ഇടാൻ പറ്റിയ ഡ്രസ്സൊന്നും അവളുടെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ പോയിട്ട് അവളുടെ ഡ്രസ്സെല്ലാം എടുക്കാമെന്ന് അവൾ തീരുമാനിക്കുന്നു. അവൾ ജനാലയിൽ കൂടെയാണ് വീട്ടിലേക്ക് കയറുന്നത്. അങ്ങനെ അവൾ അവളുടെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചെയ്യെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നു. കള്ളനാന്ന് കരുതി കള്ളനെ അടിക്കാനാണ് അവൻ വന്നത്. എന്നാൽ പെട്ടെന്ന് അവന് മനസ്സിലാവുന്നത് അത് മൗജിനാന്ന്. അവനെ കണ്ടപ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നാൽ അവൻ പറയുന്നുണ്ട്, മൗജിൻ നിൽക്കുന്ന. എന്നിട്ട് അവളുടെ ബാഗ് പിടിച്ച് വലിക്കുന്നു. എന്നാൽ അവളുടെ ബാഗിനകത്ത് മുഴുവനും ആക്രിയായിരുന്നു, അതെല്ലാം നിലത്ത് വീഴുന്നു. എന്നാൽ അത് മുഴുവൻ അവൾ പെറുക്കി ആ ബാഗിനകത്ത് ഇട്ട് തന്നെ അവൾ വെളിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെയ്യുകയാണെങ്കിൽ ഒരു ബാഗ് അവളുടെ സ്കൂൾ സെക്യൂരിറ്റി അടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് മൗജിൻ്റെയാണ്, മൗജിന് കൊടുത്തേക്കണമെന്ന്. അന്ന് അവൾക്ക് ഒരു ബാഗ് ആരോ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓർത്തിരുന്നത് അത് അവളുടെ അമ്മയായിരിക്കുമെന്ന് കരുതി അവൾ ഓടിച്ചില്ലാണ് സെക്യൂരിറ്റി ഓഫീസിൽ. പിന്നീടാണ് മനസ്സിലായത് അത് അവളുടെ അമ്മയുടെ അല്ല, ശരിക്കും ചെയ്യെ തന്നെയാണ് അതുകൊണ്ട് അവിടെ വെച്ചതെന്ന്. എന്നിട്ട് ആ ബാഗ് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് അവനോട് പറയുകയാണ്, എനിക്ക് നിൻ്റെ ചാരിറ്റി ഒന്നും വേണ്ടെന്ന്. ഇതെല്ലാം കണ്ട് അവൻ്റെ കൂട്ടുകാരൻ അവനോട് പറയുകയാണ്, നിന്നെപ്പോലെ വളരെ കഷ്ടത്തിലാണ് അവളുടെ കാര്യവും. നിൻ്റെ അച്ഛൻ അന്ന് പോലീസ് അക്കാഡമി ചേരാതിരിക്കാൻ വേണ്ടി നിൻ്റെ എക്സാമിൻ്റെ അന്ന് പൂട്ടിയിട്ടില്ലേ, അന്ന് അവളും കൂടെ വന്നിട്ടാണ് നിന്നെ രക്ഷിച്ച്, അവളാണ് നിൻ്റെ അച്ഛനെ അവിടെ ബ്ലോക്ക് ചെയ്ത്, അതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ട് ഓടിയത് എന്നൊക്കെ പറയുകയാണ്. ഇതൊന്നും ചെയ്യെ എന്നെ അറിയത്തില്ലായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തുന്നു. എന്നിട്ട് അവിടുത്തെ ആക്രി സാധനങ്ങളൊക്കെ പെറുക്കി എടുക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഒരാളെ അവൻ കാണുന്നു. അയാളുടെ ദേഹത്ത് മുഴുവൻ മുറിവുകളുമുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഉള്ള കാര്യം ആരോടും പറയല്ലേ, എനിക്കാണെങ്കിൽ നിൻ്റെ ഒരു ഫോൺ തരാവോ, ഞാൻ വിളിച്ചിട്ട് തന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അവിടെ കുറേ ആൾക്കാർ അവനെ തപ്പി വരുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുകയാണ്, ഇവിടെ ഒരാൾ ഓടി വന്നായിരുന്നോ, എന്നിട്ട് അയാൾ എവിടെ പോയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ചെയ്യെ പറയുകയാണ്, അയാൾ ആ ഡയറക്ഷൻ കൂടെ പോയെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ അയാളെ പിടിക്കാൻ വേണ്ടി അവൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണ് അവർ. എന്നിട്ട് ചെയ്യെ നോക്കിക്കൊണ്ട് ആ മുറിവേറ്റ ആൾ പറയുകയാണ്, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എല്ലാം ശരിയാക്കി തരാം, നീ എൻ്റെ വാച്ച് എടുത്തോ, ഈ വാച്ച് നീ കൈ കെട്ടിക്കോ, നിന്നെ ആരും ഒന്നും ഉപദ്രവിക്കത്തില്ല, ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വാച്ച് എന്നൊക്കെ പറയുകയാണ്. പക്ഷെ അവൻ ആ വാച്ചൊന്നും എടുക്കാതെ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ഒരു ദിവസം ഉപയോഗിച്ച ക്യാൻസർ പെറുക്കിക്കൊണ്ട് അവൾ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ അവൻ അവളുടെ പുറകെ വരികയാണ്. എന്നിട്ട് അവളോട് അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്നത്തിന് ഇതൊക്കെ പെറുക്കിക്കൊണ്ട് നടക്കുന്ന, നിന്റെ പൈസയില്ലേ, നിനക്ക് ഇനി എത്ര മീലിനും കൂടെ ഉള്ള പൈസ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. നിനക്ക് പൈസ ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചുകൂടെ, എന്തിനാ ഇങ്ങനെ ആക്രിയും പെറുക്കി നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ഇതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല, നീ ആയിട്ട് എനിക്കൊരു ബന്ധമില്ലെന്നൊക്കെ പറയുകയാണ്.
അങ്ങനെ അവർ സ്ട്രീറ്റിൽ കൂടെ സംസാരിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവന് തോന്നി. അപ്പോൾ അവന് മനസ്സിലാകുകയാണ് അവളുടെ അമ്മ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് ഇവളെ ഫോളോ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അവർ നിന്നെ ഉപദ്രവിച്ചായിരുന്നോ എന്നൊക്കെ. അവൻ പറയുന്നുണ്ട്, നിന്നെ ഉപദ്രവിച്ചാൽ നിനക്ക് തിരിച്ചും എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ, എന്തിനാ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്ക് ഈ പ്രാവശ്യം എന്നെ രക്ഷിക്കാൻ പറ്റും, അടുത്ത പ്രാവശ്യം നിനക്ക് രക്ഷിക്കാൻ പറ്റുമോ, എത്ര നാൾ നിനക്ക് എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓടിപ്പോകുന്നത് എനിക്ക് ധൈര്യമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് അവൾ. എന്നാൽ അന്ന് രാത്രി തന്നെ ചെയ്യെ അവരെ പോയി അടിക്കുകയാണ്. എന്നിട്ട് മൗജിനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുന്നു. അവിടെ ചെയ്യയുണ്ട്, ആ അടിച്ച ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലീസുകാരൻ ചോദിക്കുകയാണ്, ചെയ്യെ നിന്റെ ബന്ധുവാണോ എന്നൊക്കെ. അപ്പോൾ അവൾ പറയുന്നു, അല്ല, ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലെന്ന്. അപ്പോൾ അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പോലീസുകാരൻ വന്നു. എന്നിട്ട് ചെയ്യെ കണ്ടപ്പോഴത്തേക്കും ചോദിക്കുകയാണ്, നീ പണ്ട് പോലീസ് അക്കാഡമിയിൽ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തില്ലായിരുന്നോ, പിന്നെ എന്നാ പറ്റി നിന്നെ പിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ. എന്നിട്ട് എന്നാ പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ആ പോലീസുകാരൻ. അപ്പം മൗജിൻ പറയുകയാണ്, ഞാനും ചെയ്യും തമ്മിലുള്ള ബന്ധമൊന്നുമില്ല, എൻ്റെ അമ്മയും ഇവൻ്റെ അച്ഛനും ലിവിങ്ങിലായിരുന്നു, പക്ഷേ അച്ഛൻ മരിച്ചുപോയി, അമ്മ ഓടിയും പോയി, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ആ അടിച്ച ആൾക്കാർ പറയുകയാണ്, ഇവളുടെ അമ്മ ഞങ്ങളുടെ അടുത്തുനിന്ന് കുറേ പൈസയും ഞങ്ങളെ പറ്റിക്കുകയും ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അവളുടെ പുറകെ പോയെന്നൊക്കെ പറയുകയാണ്. അവിടേക്ക് ആ പോലീസുകാരൻ്റെ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ് വരികയാണ്. എന്നിട്ട് ആ പെണ്ണിനോട് പറയുകയാണ്, ഇത് മൗജിനാണ്, ഇവളെ അവളുടെ ഹോസ്റ്റലിൽ കൊണ്ടാക്കണമെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും നടന്നു പോവുകയാണ്. ഈ കംപ്ലൈൻ്റ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്ക്രീനിങ് പ്രോസസ്സൊക്കെ നീ പാസ്സാവും, നീ എക്സാമൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് പറയുകയാണ്. എന്നാൽ ജയെ പറയുകയാണ്, എനിക്കിനി എക്സാം ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല, ഞാൻ അറ്റൻഡ് ചെയ്യുന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന മൗജിൻ്റെ സ്കൂളാണ്. അവളുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് അനൗൺസ് ചെയ്യുകയാണ്, ഹോസ്റ്റലിലാണെങ്കിൽ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന എല്ലാവരും വെക്കേറ്റ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ. എന്നാൽ അവൾക്ക് മാത്രം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അവൾ ആ രാത്രിയിൽ ബാഗും പാക്ക് ചെയ്ത് സ്ട്രീറ്റിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അവളൊരു ഗെയിമിംഗ് സെൻറ്റർ കണ്ടു, അവിടെ ഒരു വേക്കൻസി ഉണ്ട്. അങ്ങനെ അവിടെ ജോലിക്ക് കയറുകയാണ് അവൾ. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അവൾക്ക്. പകൽ എന്നിട്ട് സ്കൂളിലും പോന്നു. ഇത് അവൻ്റെ കൂട്ടുകാരൻ കാണുന്നുണ്ട്. എന്നിട്ട് കൂട്ടുകാരൻ അവൻ്റെ കസിനെ വിളിച്ച് ചോദിക്കുകയാണ്, ഇപ്പോൾ സ്കൂളിൽ എന്താ സംഭവിക്കുന്നത്, ഹോസ്റ്റലെല്ലാം പൂട്ടിയോ എന്ന്. ഇതെല്ലാം അവന് ചെയ്യയോട് പറയുന്നുണ്ട്. എന്നിട്ട് ചെയ്യയാണെങ്കിൽ തീരുമാനിച്ചു അവളെ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എന്നിട്ട് ചെയ്യ വീട്ടിൽ പോയിട്ട് അവിടെ എല്ലാം വൃത്തിയാക്കുകയാണ്, അവളുടെ റൂമും. എന്നിട്ട് രാത്രി തന്നെ ഗെയിമിംഗ് സെൻറ്ററിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകൽ നിനക്ക് പഠിക്കാൻ പറ്റുമോ, നീ എനിക്ക് പഠിക്കാനൊക്കെ സമയം കിട്ടിയോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ബാ നമുക്ക് വീട്ടിൽ പോവാം, നമുക്ക് വീട്ടിൽ താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് അവളെ നിർബന്ധിക്കുകയാണ്. എന്നാൽ അവളാണെങ്കിൽ ഇതൊന്നും മൈൻഡും ചെയ്യുന്നില്ല. പിറ്റേ ദിവസം വൈകിട്ടാണെങ്കിലും അവൾ സ്ട്രീറ്റിൽ കൂടെ ക്യാൻസും പെറുക്കിക്കൊണ്ട് നടക്കുമ്പോൾ അവൻ വീണ്ടും വരുന്നു. എന്നിട്ട് അവളോട് പറയുകയാണ്, ബാ നമുക്ക് വീട്ടിൽ പോവാം, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമുക്ക് വീട്ടിലാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, നീ തന്നെയല്ലേ എന്നെ വീട്ടിൽ നിറക്കി വിട്ടത്, നീ തന്നെയല്ലേ പറഞ്ഞ് ഞാൻ ഇനി നിൻ്റെ ഫാമിലി ഒന്നും അല്ല, പിന്നെ എന്തിനാ നീ എൻ്റെ പുറകെ ഇപ്പം വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കന്ന് ഭയങ്കര ദേഷ്യമായിരുന്നു, ആ ദേഷ്യപ്പുറത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ക്ഷമ ചോദിക്കുകയാണ്. ബാ നമുക്കിനി വീട്ടിൽ പോവാമെന്ന്. അപ്പോൾ അവൾ സങ്കടത്തോടെ കരയുകയാണ്. അവനാണെങ്കിൽ അവളെ ചെന്ന് കെട്ടിയും പിടിക്കുന്നു. എന്നിട്ട് അവർ സന്തോഷത്തോടെ വീട്ടിൽ ചെല്ലുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, ഇത് നിൻ്റെ വീടാണ്, ഞാൻ നിൻ്റെ ഫാമിലിയും, നീ ഒന്നും കൊണ്ട് പേടിക്കണം, ഞാനാണ് ഈ വീട്ടിലെ മൂത്ത ആൾ, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഫ്രിഡ്ജ് തുറക്കുന്നു. ഫ്രിഡ്ജിലാണെങ്കിൽ ഒന്നുമില്ല, 2 മുട്ട മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അവൾ അങ്ങോട്ട് വരുന്നു. എന്നാൽ ഫ്രിഡ്ജ് തുറക്കാതിരിക്കാൻ വേണ്ടി അവൻ ഫ്രിഡ്ജിൻ്റെ മുമ്പിൽ കയറി നിൽക്കുകയാണ്. എന്നാൽ അവൾ അവനെ മാറ്റിയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, കുഴപ്പമില്ല, നമുക്ക് വെളിയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ അവൾ ഓടിപ്പോയി അവളുടെ ബാഗ് തുറന്നിട്ട് 2 ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് എടുത്ത് കൊടുക്കുകയാണ്. ബാ നമുക്കിത് കഴിക്കാമെന്ന് പറഞ്ഞ്. അവിടെ 2 സോസേജ് ഉണ്ടായിരുന്നു, ഒരെണ്ണം അവനും എടുത്തു, ഒരെണ്ണം അവൾക്കും കൊടുത്തു. എന്നിട്ട് അവൾക്ക് അത് പൊട്ടിക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് അവന് ആ സോസേജ് എടുത്ത് പൊട്ടിച്ച് അവൾക്ക് കൊടുക്കുകയാണ്. അവൻ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാത്തതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ബിൽസ് പേ ചെയ്യാൻ അവർ പോവുകയാണ്. എന്നാൽ അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും കൊണ്ട് ആ ബിൽസ് ഒന്നും പേ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും കൂടി ഇട്ട് അവർ രണ്ടുപേരും കൂടെ ആ ബിൽസ് എല്ലാം പേ ചെയ്യുകയാണ്. പിന്നീട് അവളെ കൊണ്ട് അവൻ മാർക്കറ്റിൽ പോകുന്നു. എന്നിട്ട് എവിടെ നിന്നൊക്കെ പച്ചക്കറി എല്ലാം മേടിക്കണം എന്നൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ അവളെ കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവിടെയുള്ള കോപ്പറും അലുമിനിയം മോട്ടേഴ്സൊക്കെ ആവശ്യമില്ലാത്ത അവിടെ ഇവിടെ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് എടുക്കണമെന്ന്. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും, അതുകൊണ്ട് നമുക്കതെടുത്ത് വിൽക്കാമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവർ ഓരോന്നൊക്കെ ആയിട്ട് എടുക്കുന്നു. ഇങ്ങോട്ട് പകലേ വരാവുള്ളൂ, രാത്രിയിലൊന്നും വന്നേക്കല്ല, അത് അപകടമാണെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നീട് അവൾ ചോദിക്കുകയാണ്, ഇതിനൊക്കെ ഇത്ര പൈസ കിട്ടുമെന്ന്, ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ചെറുപ്പത്തിലേ ഞാൻ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കുമായിരുന്നു, അങ്ങനെയായിരുന്നു ഞാൻ വിശപ്പൊക്കെ അടക്കുന്നതെന്ന്. അങ്ങനെ രാത്രിയാകാറായപ്പോൾ അവർ സാധനങ്ങളൊക്കെ പെറുക്കി അവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ പട്ടിയെ കാണുന്നു. എന്നാൽ പട്ടിയെ കണ്ട് അവർ രണ്ടുപേരും കൂടെ കൈയും പിടിച്ച് ഓടുകയാണ്. പിന്നീട് അവൾ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവനോട് പറയുകയാണ്, ഞാനിപ്പം വരാം, ടീച്ചർ എന്നെ വിളിക്കുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യാവുമെന്ന്. എന്നിട്ട്
സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ ടീച്ചർ പറയുകയാണ്, നിനക്ക് നല്ല മാർക്കുണ്ട് ഈ വർഷം, പക്ഷേ നിനക്ക് അടുത്ത സെമിസ്റ്ററിന് ഫീസ് അടച്ചിട്ടില്ല അമ്മ. നിൻ്റെ ഫാമിലി സിറ്റുവേഷനൊക്കെ സ്കൂൾ മാനേജ്മെൻറ്റിന് അറിയാം, അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഫീസ് കുറച്ചിട്ടാണ് നിനക്ക് ഈ പ്രാവശ്യം അടയ്ക്കാൻ തന്നേക്കുന്നത് എന്ന് പറയുകയാണ്. പക്ഷേ ആ ഫീസ് തന്നെ അവൾക്ക് വലിയ തുകയായിരുന്നു. പിന്നീട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവൾ അമ്മയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ അവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ ചോദിക്കുകയാണ്, നീ അമ്മയെ വിളിക്കാനാണോ ശ്രമിക്കുന്നതെന്നൊക്കെ. എന്നാൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് രണ്ടുപേര് സംസാരിക്കുന്നത് അവൻ കേട്ടായിരുന്നു. അവളുടെ അമ്മ ലവറിൻ്റെ കൂടെ എബ്രോഡിൽ പോയേക്കുവാന്ന്. അതുകൊണ്ട് തന്നെ അവൻ പറയുകയാണ്, ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നീ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് ഞാൻ ഇതെങ്ങനെയും മാനേജ് ചെയ്യാമെന്ന്. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവൻ ക്ലബ്ബിൽ പോയിട്ട് പൂൾ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവന് ആ കോമ്പറ്റീഷൻ തന്നെ ഫസ്റ്റ് കിട്ടുകയാണ്. എന്നിട്ട് പൈസ മേടിച്ചിട്ട് അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് വന്ന് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നാൽ അവിടേക്ക് പണ്ട് അവൻ രക്ഷിച്ച ആൾ വന്നിട്ട് അവനെ രക്ഷിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് 2003 നടക്കുന്ന കാര്യങ്ങളായിരുന്നു. അവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഡിന്നറുമായിട്ട് അങ്ങോട്ട് വരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നാളെ എക്സാം അല്ലേ, എല്ലാം പഠിച്ചോ എന്ന്. അപ്പോൾ അവൾ പഠിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾക്കാണെങ്കിൽ ഭയങ്കര വയറുവേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആശുപത്രി പോയപ്പോൾ ഡോക്ടർമാർ പറയുകയാണ് അത് അവൾക്ക് ഫുഡ് പോയ്സൺ ആണ്. എന്നിട്ട് അന്നത്തെ രാത്രിയിൽ അവർ അവിടെയാണ് ചിലവഴിച്ചത്. എന്നാൽ അവൾ പഠിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ അവൻ വായിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ പോയി എക്സാം എഴുതുകയാണ് അവൾ. അവിടേക്ക് അവളുടെ ക്ലാസ് ടീച്ചർ എത്തുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ മൗജിൻ്റെ ഫാമിലി അല്ലേ എന്ന്. എന്നിട്ട് ടീച്ചർ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ ഫാമിലി സിറ്റുവേഷനൊക്കെ അറിയാം, അവൾക്ക് ടോപ്പ് 10 ആകണമെന്നാണ് ആഗ്രഹം, എന്നാലേ അവൾക്ക് സ്കോളർഷിപ്പൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന ഒരു ക്ലബ്ബിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ് ചെന്നെ. അങ്ങനെ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് ലേറ്റായിട്ടാണ് വീട്ടിൽ എത്തുന്നത്. എന്നിട്ട് നോക്കുമ്പോൾ അവളാണെങ്കിൽ വയറുവേദന കാരണം കട്ടിലേക്ക് കിടക്കുന്നു. അവനാണെങ്കിൽ അവളെ ആശുപത്രിയിൽ എത്തിക്കുന്നു. എന്നിട്ട് ഡോക്ടർ പറയുകയാണ് അവൾക്ക് പെട്ടെന്നൊരു സർജറി വേണമെന്ന്. എന്നാൽ സർജറിക്ക് ഒരു ഫോം ഫില്ല് ചെയ്യണമെന്ന്. അപ്പോൾ അവിടുത്തെ നേഴ്സ് പറയുകയാണ്, നിങ്ങൾ ശരിക്കുമുള്ള അവളുടെ ബ്രദറാണോ എന്ന്. അപ്പം പറയുകയാണ്, ഞാൻ ശരിക്കുള്ള ബ്രദറാണ്, ഞാൻ എന്ത് റെസ്പോൺസിബിലിറ്റി വേണമെങ്കിലും ഏറ്റെടുത്തോളാം. പറയുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ബയോളജിക്കലി പേരൻസോ അല്ലെങ്കിൽ സിബ്ലിങ്സോ ആണ് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ്. ആ സമയത്ത് ആ പോലീസുകാരനും ഫാൻസിയും അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് ആ പോലീസുകാരൻ പറയുകയാണ്, ഞാൻ പോലീസ് ഓഫീസറാണ്, മൗജിങ്ങിൻ്റെ പേരൻസ് ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിൽ പ്രോസസ്സിന് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ സർജറി ചെയ്യുകയാണ്. എന്നിട്ട് ആ പോലീസുകാരൻ അവനോട് ചോദിക്കുന്നുണ്ട്, നീ പോലീസ് അക്കാഡമിയിൽ എന്നാ ചേരാം, എക്സാം ഒന്നും അപ്പയർ ചെയ്യാത്ത, ഇനി എന്ത് വേണമെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിന് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ഇനി ചേരുന്നില്ല, ഞാൻ അപ്ലൈ ചെയ്യുന്നില്ലെന്ന് പറയുകയാണ്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തുന്നു. ഒരു ദിവസം അവൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേനും സ്കൂൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ അവളുടെ അമ്മ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അമ്മ അവളെ വിളിച്ചുകൊണ്ട് ഒരു കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ എന്നോട് ചെയ്ത് വളരെ തെറ്റായിപ്പോയി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അന്നേരം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയായി പോയതെന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഞാനിപ്പോൾ വന്നേക്കുന്നത് നിന്നെയും കൂട്ടിക്കൊണ്ട് പോകാനാണ്, നീ എൻ്റെ കൂടെ വരണം, എൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ സ്കോളർഷിപ്പോടെ എബ്രോഡിലാണ് പഠിക്കുന്നത്, അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യും, സ്കൂൾ കഴിഞ്ഞ് എബ്രോഡിൽ പോയി പഠിക്കാൻ, അതുകൊണ്ട് അത് നിനക്ക് ഹെൽപ്ഫുൾ ആവും എന്നൊക്കെ പറയുകയാണ് അമ്മ. ഞാൻ മേടിച്ച കടം ഏകദേശം തീരാറായി, ഇനി ചെയ്യേക്കും കൂടെ ഉള്ളൂ കൊടുക്കാൻ, നീ എൻ്റെ കൂടെ വരുവാണെങ്കിൽ ചെയ്യയുടെ കടവും ഞാൻ വീട്ടാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവളുടെ അമ്മ അവളെ വീട്ടിൽ കൊണ്ടേ ആക്കുകയാണ്. എന്നാൽ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ചെന്നിയെ കാണുന്നുമുണ്ട്. പിന്നീട് രാത്രി ചെയ്യയും അവളും ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ പറയുകയാണ്, എക്സാംസിൻ്റെ റിസൾട്ട് വന്നു, ടോപ്പായിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രം കിട്ടുന്ന ക്ലാസ്സാണ് ക്ലാസ് 1, അവിടേക്ക് എനിക്ക് കിട്ടി, പിന്നെ എനിക്ക് സ്കോളർഷിപ്പും ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത്, എന്തെങ്കിലും പോയി ഫുഡ് കഴിക്കണോ അതോ വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ്, അമ്മ ഇന്ന് കാണാൻ വന്നിരുന്നു, നിൻ്റെ കടമല്ല അമ്മ വീട്ടുമെന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന യെൻചയാണെങ്കിൽ ഒരാളെ വിട്ടിട്ട് അന്വേഷിപ്പിക്കുകയാണ് അവളുടെ അമ്മയുടെ കാര്യമൊക്കെ. അയാൾ വന്നിട്ട് യെൻചയോട് പറയുകയാണ്, അവളുടെ അമ്മ കടക്കാരെയെല്ലാം പേടിച്ച് ഓടിയ ശേഷം റിച്ച് ആയിട്ടുള്ള ആളുടെ കൂടെയാണ് ഇപ്പോൾ, അയാൾക്ക് വലിയ ബിസിനസ്സൊക്കെയാണ്, അയാളാണ് ഇവളുടെ കടങ്ങളൊക്കെ വീട്ടിയെന്നൊക്കെ പറയുകയാണ്. ചെന്നൈയാണെങ്കിൽ അവളുടെ അമ്മയെ കാണാൻ വേണ്ടി ഒരു ക്ലബിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അവളെ കണ്ടിട്ട് അവൻ പറയുകയാണ്, ചെന്നൈ എന്നൊക്കെ ഉണ്ട് വിശേഷം, നിൻ്റെ കടങ്ങളൊക്കെ ഞാൻ വീട്ടാം, നിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, നിങ്ങളുടെ പൈസ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ അതൊക്കെ വീട്ടിക്കോളാം, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവളെ കൊണ്ട് ഇവിടെ നിന്ന് പോകും, എന്നിട്ട് അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കുക, നിങ്ങൾ ഇനി ഒരിക്കലും അവളോട് കള്ളമൊന്നും പറയില്ലെന്ന് പറയുകയാണ്. പിന്നീട് അവളുടെ അമ്മയും അവളും കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് അവൻ കാണുന്നുമുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുമുണ്ട്. എന്നിട്ട് ഒരു ദിവസം രാത്രി അവൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ എത്തുകയാണ് അവൾ. എന്നിട്ട് പറയുകയാണ്, ഡോറ് തുറക്കണ്ട, ഞാനിവിടെ ഉണ്ട്, ഞാൻ പറയുന്ന കേൾക്കണമെന്നൊക്കെ പറയുകയാണ്.
അവൾ പറയുന്നു, എൻ്റെ അമ്മ എന്നെ കൂട്ടാനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. നിൻ്റെ കടമൊക്കെ അമ്മ വീട്ടാമെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി എബ്രോഡിൽ വിടാമെന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കൂടെ പോകുന്നത് എനിക്ക് ബെസ്റ്റ് ചോയ്സ് എന്നറിയാം. പക്ഷേ എനിക്ക് ഇപ്പോഴത്തുള്ള ജീവിതം, നിൻ്റെ കൂടെയുള്ള ജീവിതമാണ് എനിക്ക് കുറച്ചും കൂടെ സേഫായിട്ട് തോന്നുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ നാളെ എനിക്ക് രാവിലെ പാൻ കേക്ക് ഉണ്ടാക്കി തരാമെന്ന് ചോദിക്കുകയാണ് അവനോട്. അങ്ങനെ പിറ്റേ ദിവസം അവൾ നോക്കുമ്പോൾ ടേബിളിൽ പാൻ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവനെ കാണുന്നുമില്ല. പിന്നീട് കാണിക്കുന്ന അവളും അവളുടെ അമ്മയും ബസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതായിട്ടാണ്. അവളാണെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഒരു ഫോൺ വരുന്നു. കോൾ കഴിഞ്ഞിട്ട് അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഫ്രണ്ടാണ് വിളിച്ചത്. അവൻ്റെ മകൻ എബ്രോഡിൽ പഠിക്കുമായിരുന്നു. നേരത്തെ അച്ഛനോട് പറയാതെ അവൻ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു. അവന് നിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പോയി പരിചയപ്പെടാം. എന്നിട്ട് പിന്നീട് ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്നൊക്കെ പറയുകയാണ് അമ്മ. അമ്മ ഇങ്ങനെ പറഞ്ഞത് കേട്ട് അവൾക്ക് സങ്കടമാകുന്നു. എന്നിട്ട് അവൾ പറയുകയാണ്, അമ്മയെ സി ഓഫ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നേക്കുന്നത്, അല്ലാതെ അമ്മയുടെ കൂടെ വരാനല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഭാഗ്യം എടുത്തുകൊണ്ട് പോവുകയാണ്. അവൾ ശരിക്കും അമ്മയുടെ കൂടെ പോകാൻ തന്നെയായിരുന്നു ഇരുന്നത്. അതുകൊണ്ടാണ് അവൾ ഭാഗ്യം എടുത്തുകൊണ്ട് വന്നത്. അമ്മ അവളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും ശ്രദ്ധിക്കാതെ പോവുകയാണ്. അമ്മയാണെങ്കിൽ തിരിച്ച് ബസ്സിൽ കയറിപ്പോയി. അങ്ങനെ അവൾ ബസ് സ്റ്റാൻഡിൽ വീണ്ടും ഒറ്റയ്ക്കായി. ഇത് ശരിക്കും 3ാമത്തെ തവണയാണ് അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അങ്ങനെ വളരെ വിഷമത്തോടെ അവൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വരുമ്പോൾ അവൾ ചെയ്യെ കാണുന്നു. ചെയ്യെ ശരിക്കും അവളെ കാത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ചെന്നിയെ കണ്ടപ്പോൾ അവൾ ഓടി ചെന്നിയുടെ അടുത്തോട്ട് പോവുകയാണ്. ചെന്നിയെ ഇവളെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഓർത്തു നീ പോയി കാണുമെന്ന്. ഇനി ഞാൻ പോകുന്ന സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ പോയില്ലെന്ന് പറയുകയാണ്. അവൻ പറയുന്ന, അമ്മയുടെ കൂടെ പോകുന്നതല്ലായിരുന്നോ നല്ലത്? അമ്മയല്ലേ നിനക്ക് ഇനി ഫാമിലി ആയിട്ടുള്ളൂ. അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഓൾറെഡി എൻ്റെ ഫാമിലിയെ കണ്ടുപിടിച്ചു എന്ന്. പിന്നീട് അവർ രണ്ടുപേരും ബൈക്കിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് 2004 നടക്കുന്ന കാര്യങ്ങളാണ്. മൗജിൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു അന്ന്. ആ സെറമണിക്കിടയ്ക്ക് അവളുടെ ഫാമിലി അവൾക്കൊരു ബാൻഡ് കെട്ടിക്കൊടുക്കണം. എന്നാൽ ചെയ്യേ വരാത്തതുകൊണ്ട് തന്നെ അവളുടെ ടീച്ചർ പറയുകയാണ്, ഞാൻ കെട്ടിത്തരാമെന്ന്. ആ സമയത്ത് പെട്ടെന്ന് ചെയ്യേ വന്നിട്ട് ബാൻഡ് കെട്ടിക്കൊടുക്കുന്നു. അവളോട് സോറിയും പറയുന്നുണ്ട്. ഇതിനുശേഷം ചെയ്യേയും അവളുടെ ക്ലാസ് ടീച്ചറും കൂടെ അവളുടെ പഠിത്തത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ സ്കൂളിൽ ടോപ്പ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്ലൈ ചെയ്താൽ കിട്ടും എന്നൊക്കെ ടീച്ചർ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ചെയ്യേയോട് പറയുന്നുമുണ്ട്. ആ സമയത്ത് ചെയ്യെ നോക്കിയപ്പോൾ അവൾ ഒരു ചെറുക്കനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് അവൾ അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ആരാ പയ്യെന്ന്. അവൾ പറയുന്നു, അത് ഞങ്ങളുടെ ക്ലാസ്സിലെ റെപ്രസെൻറ്റേറ്റീവാണ്. ആ പയ്യൻ അവനെ അടുത്ത് വിളിക്കുന്നു. എന്നിട്ട് ആ പയ്യൻ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യയുടെ ചേട്ടനല്ലേ, എനിക്കറിയാം, അവൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് സ്റ്റഡീസിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ ചെയ്യെ പറഞ്ഞപ്പോൾ ആ പയ്യൻ പറയുകയാണ്, മൗജിനെ ഞാനിപ്പോൾ സ്കൂളിലായതുകൊണ്ട് സ്റ്റഡീസിലൊന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല, അതല്ലേ അവളുടെ ഫ്യൂച്ചറും നല്ലതെന്നൊക്കെ പറയുകയാണ് ആ പയ്യൻ. എന്നിട്ട് ആ പയ്യൻ പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും മാത്സ് ഒളിമ്പിയാഡിൽ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവൻ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, മാത്സ് ഒളിമ്പിയാഡോ, എത്ര ദിവസത്തേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, 2-3 നൈറ്റിലായിരുന്നു ഒളിമ്പിയാഡെന്ന് പറയുകയാണ്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നായിരുന്നു എല്ലാം ഡിസ്കസ് ചെയ്തേക്കുന്നത്, പ്രാക്ടീസും ചെയ്തിരുന്നതെന്ന് പറയുകയാണ് ആ പയ്യൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവന് ഭയങ്കര ജലസി തോന്നുകയാണ്. പിന്നീട് അവൻ ജോലിക്ക് പോയപ്പോൾ അവിടെ ലിൻഡ എന്ന് പേരുള്ള ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരുന്നു അങ്ങോട്ട് വന്നത്. ലിൻഡയ്ക്ക് പക്ഷേ അവരുടെ ആൽക്കഹോളോ അവരുടെ കൾച്ചറോ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവൾ പറയുന്നുണ്ട്, ഞാൻ ജനിച്ച് വളർന്നത് വെളിയിലായതുകൊണ്ട് എനിക്ക് ചൈനീസ് അധികമായിട്ട് അറിയത്തില്ല എന്ന് പറയുകയാണ്. അപ്പം ചെന്നിയെ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് മൗജിങ് അവളുടെ സ്കൂളിലാണ് ഉള്ളത്. പെട്ടെന്ന് സ്കൂളിൽ കറണ്ട് പോവുകയാണ്. കറണ്ട് പോയ സമയത്ത് അവർക്ക് ബ്രേക്ക് കിട്ടിയതുകൊണ്ട് തന്നെ വേറെ കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫ്രണ്ട് അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നത് അവൻ കേൾക്കുകയാണ്, ഞാനൊരു മാഗസിൻ കഴിഞ്ഞിടയ്ക്ക് വായിച്ചായിരുന്നു. ആ മാഗസിനകത്ത് എഴുതിയേക്കുന്നത്, നമുക്ക് ഈ സമയത്തൊക്കെ ആൾക്കാരോടൊക്കെ ക്രഷ് തോന്നും. ആ ക്രഷ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കണ്ണിൽ 5 സെക്കൻഡ് നോക്കുക, നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കിസ് ചെയ്യാൻ വരും എന്നാണ് പറയുന്നത്. ഇതൊക്കെ മൗജിനെയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നുമുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന ചെയ്യയും ലിൻഡയും പാർട്ടി കഴിഞ്ഞിട്ട് കാറിൽ പോകുന്നതാണ്. എന്നിട്ട് ലിൻഡ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന്. അപ്പോൾ ചെയ്യ പറയുന്നു, ഇല്ല, എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, എനിക്കൊരു കൊച്ചുണ്ടെന്ന് പറയുകയാണ്. അപ്പം ലിൻഡ ചോദിക്കുന്നു, കൊച്ചിന് എത്ര വയസ്സായെന്ന്. അവൻ പറയുകയാണ് 18 വയസ്സെന്ന്. ഇത് കേട്ട് ലിൻഡ ചിരിക്കുന്നു. എന്നിട്ട് അവനൊരു സിനിമ കൊടുത്തിട്ട് പറയുകയാണ്, ഈ സിനിമ നീ കാണണം, നിന്റെ ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ ലിൻഡ ചെയ്യെ അവളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി വിടുകയാണ്. മൗജിനാണെങ്കിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുമുണ്ട്. അവളെയും അവനെയും ഒരുമിച്ച് കാണുമ്പോൾ അവൾക്ക് ജലസ്യമാകുന്നുണ്ട്. ചെന്നിയെ അവളോട് പറഞ്ഞു, ബാ നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാമെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ഇല്ല, എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. നിൻ്റെ മൂടിന് എന്നാ പറ്റി, നിൻ്റെ മുഖം എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്, എന്നാ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല. അപ്പോൾ അവൻ പറയുകയാണ്, എന്നാ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ടും അവർ പോയി കഴിക്കുകയാണ്. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ ചോദിക്കുന്നുണ്ട്, നിന്ന് പാർട്ടി ഇല്ലായിരുന്നോ, അവിടെ നിന്നൊന്നും കഴിച്ചില്ലെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, അത് സോഷ്യൽ ഗ്യാതറിങ് മാത്രമാണ്, അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ലെന്ന്.
ഈ ഇടയ്ക്ക് നീ ഭയങ്കര ബിസിയാണല്ലോ, നീ ഒത്തിരി ആൾക്കാരെയൊക്കെ പുതിയതായിട്ട് പരിചയപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. അവളുടെ 2 ചോപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കളിച്ചുകൊണ്ടാണ് അവനോട് ഇതെല്ലാം അവൾ ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, നിനക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ചോപ്സ്റ്റിക്ക് ഒന്നും വേണ്ടെന്ന്. അവൾ പെട്ടെന്ന് അത് താത്തി വെക്കുന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നിന്റെ മാത്സിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നെന്ന്. അവൾ പറയുകയാണ്, അതൊക്കെ ഭയങ്കര ബോറിംഗ് ആണ്. പിന്നീട് കാണിക്കുന്ന ലിൻഡ തന്ന സിനിമ കാണുകയാണ് അവർ രണ്ടുപേരും. അത് ടൈറ്റാനിക് ആയിരുന്നു. അതിനകത്ത് സീൻസൊക്കെ കണ്ട് അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നു. ഇങ്ങനത്തെ സീൻസ് ഉള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ചെന്നൈ പറയുമ്പോൾ. അവൾ പറയുകയാണ്, അതിനിപ്പോൾ എന്നെ ഞാൻ കൊച്ചൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ അവൻ പറയാണ്, ഞാനും കൊച്ചല്ലെന്ന്. ശരിക്കും അവർ രണ്ടുപേരും അങ്ങനത്തെ സിനിമകളൊന്നും കാണാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡായി. അപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം തരാമോ എന്ന്. അപ്പോൾ അവൾ ഓടിച്ചെന്ന് അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം അവളും കുടിക്കുന്നു, അവനും എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് കൊടുക്കാൻ നേരത്ത് അവനായിട്ട് കാണുന്നുമില്ല. അവൻ ആ സമയം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയായിരുന്നു. പിന്നീട് കാണിക്കുന്ന അവർ നാട്ടിലെ ഫെസ്റ്റിവലായിരുന്നു. അവർ രണ്ടുപേരും സ്ട്രീറ്റിൽ പോയിട്ട് ഓരോരോ സാധനങ്ങൾ മേടിക്കുകയാണ്. അപ്പോൾ ഒരു കടക്കാരൻ അവളോട് പറയുകയാണ്, ഈ റൊമാൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ബ്രേസ്ലെറ്റൊക്കെ കെട്ടിയാൽ മതി, റൊമാൻസ് ഒക്കെ ആവുമെന്ന് പറയുകയാണ്. ഇത് കേട്ട് അവരോട് പറയുകയാണ്, ഇത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. ആ സമയത്ത് അവിടെ ഡ്രാഗൺ ഡാൻസിങ് വരുന്നു. അങ്ങനെ ഡാൻസ് കളിക്കുന്ന ഡ്രാഗൻ്റെ തലയിൽ ആദ്യം തുടർന്ന ആൾക്ക് ആ വർഷം മുഴുവൻ നല്ല കാര്യങ്ങളായിരിക്കും കിട്ടുക എന്നാണ് അവരുടെ വിശ്വാസം. മൗജിങ്ങിൻ്റെ അവസാനത്തെ വർഷമായിരുന്നു സ്കൂളിൽ. അതുകൊണ്ട് തന്നെ ആ ടെസ്റ്റിലെല്ലാം നല്ല മാർക്ക് മേടിച്ചാലേ മാത്രമേ അവൾക്ക് സ്കോളർഷിപ്പോടെ വലിയ യൂണിവേഴ്സിറ്റി പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ ഡ്രാഗൻ്റെ തല പിടിക്കാൻ നോക്കുകയാണ്. എന്നാൽ പിടിക്കാൻ പറ്റുന്നുമില്ല. ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവളെ എടുത്തിട്ട് അവളെ കൊണ്ട് തൊടിയിപ്പിക്കുകയാണ് ഡ്രാഗൻ്റെ തല. അങ്ങനെ ആദ്യം തന്നെ ഡ്രാഗൻ്റെ തല തൊട്ടുകൊണ്ട് തന്നെ അവൾക്ക് സന്തോഷമായി. ചുറ്റും ആൾക്കാരെല്ലാം അവരെ കൺഗ്രാറ്റുലേറ്റും ചെയ്യുന്നു. അവന് വേണ്ടി അവൾ ഒരു ലക്കിച്ചാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവനറിയാതെ അന്നത്തെ രാത്രിയിൽ അവൾ അവൻ്റെ പില്ലോയുടെ അടിയിൽ വെക്കുകയാണ്. അവൻ അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവൾ പറയുകയാണ്, ഇതെടുത്ത് കളയല്ല, ഇത് ലക്കിച്ചാമാണെന്ന് പറയുകയാണ്. കാരണം അവൻ ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അവൻ പറയുകയാണ്, ഞാൻ എടുത്ത് കളയത്തില്ല, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ സ്പിരിറ്റിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഉറപ്പായിട്ട് ഹാപ്പി എൻഡിങ് തന്നെ ആയിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്ന അവൻ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ലിൻഡ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ ഞാൻ തന്ന സിനിമ കണ്ടോന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ലെന്ന്. എന്നാൽ നിൻ്റെ ബോസിനോടൊക്കെ പറഞ്ഞ് ഞാൻ നിനക്കൊരു വെക്കേഷൻ തരാം, ആ സമയം നിനക്ക് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നു. ഞാനാണെങ്കിൽ ഈ സിറ്റി കണ്ടിട്ടില്ല, എന്നെ സിറ്റി മുഴുവൻ കൊണ്ട് കാണിക്കാവുന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ പോലീസ് വരുന്നു. പണ്ട് പോലീസ് അക്കാഡമിയിൽ അവനോട് ചേരണമെന്നൊക്കെ പറഞ്ഞ പോലീസായിരുന്നു അത്. എന്നിട്ട് അവനോട് വന്ന് ചോദിക്കുകയാണ്, നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ അതേന്ന് പറഞ്ഞു. നിനക്കെന്താ ഇവിടെ ജോലിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബോസ് എന്നാണോ പറയുന്നത് അതുപോലെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ്. ഇവിടെ ഫേക്കായിട്ട് ആൽക്കഹോൾ വിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടി, അതുകൊണ്ട് അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നേക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ എല്ലാം സെർച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, അതിനിപ്പോൾ എന്നെ സെർച്ച് ചെയ്തോളാൻ. അവിടെ ഒരു അടച്ചിട്ട മുറി ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, ഇവിടെ എന്താ ഈ മുറിയെന്ന്. അവൻ പറയുകയാണ്, അത് സ്റ്റാഫ്സിൻ്റെ സ്റ്റോർ റൂമാണ്, അവിടെ സ്റ്റാഫ്സിൻ്റെ സാധനങ്ങൾ മാത്രമാണെന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, എന്നാൽ പിന്നെ ഞങ്ങളിത് പരിശോധിച്ചോട്ടെ എന്ന്. അവൻ ഓക്കെ എന്നും പറയുന്നുണ്ട്. അന്ന് ആ റൂമിനകത്ത് വ്യാജമായിട്ടുള്ള മദ്യം ഒളിപ്പിച്ചിരുന്നു. അത് ഒളിപ്പിച്ച ആൾ ഓടി വന്ന് നോക്കുന്നുമുണ്ട്. അങ്ങനെ അവിടെ മുഴുവൻ സെർച്ച് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ പോവുകയാണ് അവിടെ നിന്നും. പോലീസ് പോയി കഴിഞ്ഞിട്ട് ചെന്നൈ അയാളോട് പറയുകയാണ്, ഇനി മേല ഇവിടെ അങ്ങനത്തെ മദ്യമൊന്നും ഒളിപ്പിക്കല്ലെന്ന് പറയുമ്പോൾ അയാൾ പറയുകയാണ്, ഞാൻ നിന്നേക്കാളിലും മുമ്പ് ഇവിടെ വന്നതാ, വർഷങ്ങളായിട്ട് വന്നാൽ നീ ആരാ എന്നെ ഭരിക്കാൻ എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ലിൻഡയും ബോസും അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ലിൻഡ അവനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് സ്പ്രിംഗ് ഫെസ്റ്റിവൽ അല്ലേ, നീ എൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാവോ എന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, സ്പ്രിംഗ് ഫെസ്റ്റിവൽ അല്ലേ, അത് ഫാമിലി ആയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവൾ അവിടെ നിന്ന് പോവുകയാണ് ചിരിച്ചുകൊണ്ട്. ലിൻഡ പോയി കഴിഞ്ഞിട്ട് ബോസിനോട് പറയുകയാണ്, അയാൾ ചെയ്യുകയാണെങ്കിൽ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തലയിൽ വെക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ബോസ് അവരുടെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ബോസിന് അറിയായിരുന്നു അത് അയാൾ തന്നെയായിരുന്നു അവിടെ ഫേക്കായിട്ടുള്ള മദ്യമൊക്കെ വിറ്റുകൊണ്ടിരുന്നതെന്ന്. അങ്ങനെ സ്പ്രിംഗ് ഫെസ്റ്റിവലിൻ്റെ ഡിന്നർ ഉണ്ടാക്കുകയാണ് മൗജിനും ചെയ്യയും. അവിടേക്ക് ആ പോലീസുകാരനും ഫിയാൻസിയും എത്തുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നു. അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ പറയുകയാണ്, ഈ വർഷം ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണമാണ്. ഇത് കേട്ട് മൗജിനും ചെയ്യയും അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട്. ഡിന്നറിൻ്റെ സമയത്ത് പോലീസുകാരൻ അവളോട് ചോദിക്കുന്നുണ്ട്, സ്കൂളൊക്കെ കഴിഞ്ഞ് ഇനി കോളേജിലോട്ട് ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം, ഞാൻ അതൊന്നും തീരുമാനിച്ചില്ല, എനിക്ക് ഇവിടെ നിന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ്. എന്നാൽ നിനക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല യൂണിവേഴ്സിറ്റി തന്നെ കിട്ടും, ഇവിടെയാണെങ്കിൽ എക്സ്പ്ലോഷർ ആണെങ്കിൽ കുറവാണ്, അതുകൊണ്ട് നീ വേറെ സിറ്റിയിലൊക്കെ പോകാൻ പറയുകയാണ്. ഇത് കേട്ട് അവൾ പറയുകയാണ്, എനിക്ക് എത്ര മാർക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല, മാർക്കിനനുസരിച്ച് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞ് അവൾ വിഷയം മാറ്റുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പോലീസുകാരനും ചെയ്യയും കൂടെ സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അവർ തമ്മിൽ പറയുകയാണ്, നീ ഇപ്പം ഡിസ്ട്രിക്ട് 7-ലല്ല വർക്ക് ചെയ്യുന്നത്, അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പണിയാണ്, നീ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറിയിട്ട് വേറെ എന്തെങ്കിലും ജോബ് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുകയാണ്. നിങ്ങളുടെ ബോസിനെ എനിക്കറിയാം, അയാൾ അത്ര ശരിയല്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ മൗജിങ്ങിനെ എനിക്ക് വർഷങ്ങളായിട്ട് അടുത്തറിയാമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തോളാമെന്നും ആ പോലീസ് പറയുന്നുണ്ട്.
ആ സമയത്ത് മൗജിയും അയാളുടെ ഫിയാൻസിയും കൂടെ ഫേസ് ഷീറ്റൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട് മൗജിനോട്, നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമൊക്കെ ഉണ്ടോ, സീക്രട്ട് ആയിട്ടുള്ള ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടോ? നിൻ്റെ ചേട്ടനോട് ഞാൻ പറയത്തില്ല, നീ എന്നോട് തന്നെ വേണമെങ്കിൽ പറഞ്ഞോളാൻ പറയുകയാണ്. അപ്പം മൗജിയും പറയുകയാണ്, ഇല്ല എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ഞാനിപ്പം സ്റ്റഡീസിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ്. എന്നൊക്കെ പറഞ്ഞ് അവൾ വിഷയം മാറ്റുകയാണ്. പിന്നീട് കാണിക്കുന്നത് 2004 നടക്കുന്ന കാര്യങ്ങളാണ്. സ്കൂളിൽ നിന്ന് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവളെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നു. അയാൾ അവളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയായിരുന്നു ശ്രമിക്കുന്നത്. എന്നാൽ അവൻ അങ്ങോട്ട് ചെന്നിട്ട് അവനുമായിട്ട് അടിയുണ്ടാക്കുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, എന്താ ചെയ്യുന്നേ, എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അന്നത്തേക്കിന് അയാൾ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ, നിന്നെ അവൻ എന്തെങ്കിലും ചെയ്തോ എന്ന്. ആ സമയത്ത് അവനൊരു കോൾ വരുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, ലിൻഡ ആയിരുന്നു. അവളുടെ സ്വരം കേട്ടതും അവൾ അവിടെ നിന്നും ജലസിയായിട്ട് ഓടിപ്പോവുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവളുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും അവൾ നിൽക്കുന്നില്ല. അങ്ങനെ അവൾ വീട്ടിലെത്തി. അങ്ങനെ അവർ വീട്ടിലെത്തുകയാണ്. രാത്രിയായിട്ടും അവൻ ഉറക്കം വരുന്നില്ല. അവൻ കട്ടിലയിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ്. അവൻ്റെ മൈൻഡ് മുഴുവനും പണ്ട് അവർ രണ്ടുപേരും കൂടെ ടൈറ്റാനിക് സിനിമ കണ്ടപ്പോൾ അവർ ഡിസ്റ്റർബ്ഡ് ആയ കാര്യവും പിന്നെ ഡ്രാഗൻ്റെ തല പിടിക്കാൻ വേണ്ടി അവൻ അവളെ എടുത്ത കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് അവൻ പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് അവൻ അവളുടെ റൂമിലോട്ട് നോക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോവുകയാണ് അവൾ. എന്നാൽ വാ നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവളൊന്നും ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോവുകയാണ്. അവൾ ഇപ്പോഴും പിണക്കത്തിലാണ്. പിന്നീട് രാത്രി ക്ലബ്ബിൽ അവൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് വന്നു. അപ്പോൾ ഫ്രണ്ടിനോട് പറയുകയാണ്, എൻ്റെ മൈൻഡൊന്നും സെറ്റല്ല, എനിക്ക് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ലെന്ന്. അപ്പം ഫ്രണ്ട് പറയുകയാണ്, അത് നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുക, അപ്പോൾ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന്. അപ്പോൾ ലിൻഡ അങ്ങോട്ട് വന്നു. എന്നിട്ട് ലിൻഡയോട് ഫ്രണ്ട് പറയുകയാണ്, അവന് ഗേൾ ഫ്രണ്ട് വേണം, പക്ഷെ അവനൊന്നും സെറ്റാകുന്നില്ല, അതുകൊണ്ടാണ് സങ്കടത്തോടെ അവൻ കുടിക്കുന്നതെന്ന്. അപ്പോൾ ലിൻഡ ചെയ്യയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആകാമെന്നൊക്കെ. ഇത് കേട്ട അവൻ്റെ ഫ്രണ്ട് ഓക്കെ പറയാൻ പറഞ്ഞെങ്കിലും അവൻ ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ലിൻഡ പറയുകയാണ്, അന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡേറ്റിന് പോകാമെന്ന്. അങ്ങനെ ഒരു പാർക്കിൽ ലിൻഡയും ചെയ്യയും അവൻ്റെ 2 കൂട്ടുകാരും മൗജിനും കൂടെ പോവുകയാണ്. മൗജിനാണെങ്കിൽ നല്ലതായിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് അവൻ പറയുകയാണ്, നീ എന്നെ ലിപ്സ്റ്റിക് ഇട്ടോ എന്ന്. അപ്പോൾ അവളൊന്നും പറയാതെ അവിടെ നിന്നും പോവുകയാണ്. അവൾക്ക് ശരിക്കും ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ അറിയത്തുമില്ലായിരുന്നു. എന്നാൽ ഇവർ 4 പേരാകട്ടെ പാർക്കിൽ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മൗജിങ്ങിനാകട്ടെ അവൾക്ക് ജലസി തോന്നുവാണ് എപ്പോഴും ചെയ്യയും ലിൻഡയും ഒരുമിച്ച് നടക്കുമ്പോഴെല്ലാം. എന്നാൽ അവൻ്റെ ഫ്രണ്ട്സും ആകട്ടെ ചെയ്യയും ലിൻഡയും എങ്ങനെയെങ്കിലും ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. അങ്ങനെ ചെയ്യയും ലിൻഡയും ഒരുമിച്ചിരിക്കുമ്പോൾ അവൾക്ക് ജലസി തോന്നുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ അവൾ ഓടിച്ചെന്ന് അവരുടെ നടുക്ക് കയറിയിരിക്കുന്നു. അങ്ങനെ അവൾ ഓരോന്ന് ചെയ്യുകയാണ്. അങ്ങനെ അവരുടെ കൂട്ടുകാർ പ്ലാൻ ചെയ്യുകയാണ്, നമുക്ക് അടുത്ത റൈഡിൽ കയറുമ്പോഴത്തേക്കും ചെയ്യയും ലിൻഡയും ഒരു ക്യാബിനകത്ത് കയറാം, നമുക്ക് 3 പേർക്കും വേറൊരു ക്യാബിനിൽ. എന്നാൽ ഇതറിഞ്ഞ മൗജിങ്ങാണെങ്കിൽ ഇതൊന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടും 2 ക്യാബിനിലേക്ക് ആവുകയാണ്. എന്നിട്ട് ഇവരുടെ കൂട്ടുകാരനാണെങ്കിൽ നോക്കുകയാണ് അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന്. എന്നാൽ ലിൻഡയും ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ തലമുടി പറന്നു പോകുന്നുണ്ട്. അവൾ അത് ഒതുക്കി വെക്കുകയാണ്. പക്ഷേ ഇവർ ഓർത്തു അവർ രണ്ടുപേരും കിസ് ചെയ്യുകയാണെന്ന്. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ജലസ് തോന്നുകയാണ്. ശരിക്കും അവർ രണ്ടുപേരും കിസ്സൊന്നും ചെയ്തുമില്ലായിരുന്നു. പിന്നീട് ഡിന്നർ കഴിച്ച ശേഷം അവർ വീട്ടിലെത്തുന്നു. പിന്നീട് അവൾ വാഷിംഗ് മെഷീനകത്ത് അവൻ്റെ ഷർട്ട് ഇടാൻ നേരത്ത് ആ ഷർട്ടിനകത്ത് ഒരു പാക്കറ്റ് കാണുന്നു. അവൾ തുറന്നു നോക്കിയപ്പോൾ അതൊരു മോതിരമാണ്. ഇതൊക്കെ ചെന്നിയെ കാണുന്നുമുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ആ മോതിരം ഇഷ്ടപ്പെട്ടോ എന്ന്. ഇത് വേറൊരാളുടെ, അയാൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കണം നാളെ, നിനക്ക് ഞാൻ വേറെ മേടിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുക, ഇല്ല എനിക്ക് വേണ്ടെന്ന്. ചെന്നിയെ പറയുന്നു, നീ ഇപ്പം പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ഇതുപോലെ മേക്കപ്പ് ഒന്നും നീ ഇടണ്ട, അതൊന്നും നിനക്ക് ചേരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കണ്ണാടിയൊക്കെ അവൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവൻ അങ്ങോട്ട് വരുന്നു. അവൻ്റെ ഒച്ച കേട്ട് അവളാണെങ്കിൽ ആ കണ്ണാടി മാറ്റി വെക്കുന്നു. എന്നാൽ ചെയ്യുകയാണെങ്കിൽ അവൾക്കൊരു പാക്കറ്റ് കൊടുക്കുന്നു. അവൾ പറയുകയാണ്, എനിക്ക് ജ്വല്ലറി ഒന്നും വേണ്ട, ഞാൻ ജ്വല്ലറി ഒന്നും യൂസ് ചെയ്യത്തില്ല, എനിക്ക് സ്കൂളിലാണെങ്കിൽ ഇടാനും പറ്റത്തില്ലെന്ന്. പക്ഷേ അവൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് 2 കമ്മലാണ്. അങ്ങനെ ആ കമ്മൽ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ മോശമായിപ്പോയി, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ചെന്നിയെ അവൻ്റെ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയി ഇൻസ്പെക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ സീനിയേഴ്സൊക്കെ ആയിട്ട് അവൻ ബാറിൽ പോയി കുടിക്കുകയാണ്. അതിനുശേഷം അവൻ പണ്ട് രക്ഷിച്ച ആളെ മീറ്റ് ചെയ്യുന്നു. ശരിക്കും അയാളായിരുന്നു ഇവൻ്റെ ബോസ്. എന്നിട്ട് പറയുകയാണ്, കമ്പനിയിൽ അടുത്ത് തന്നെ ഓഡിറ്റ് വരും, അതുകൊണ്ട് തന്നെ എല്ലാ ഫയൽസും എല്ലാം സെക്യൂർ ആയിരിക്കണം എന്നൊക്കെ പറയുകയാണ്. മൗജിനെ അന്ന് രാത്രിയിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി അവൻ്റെ ഫ്രണ്ടിനെ അയക്കുന്നു. എന്നിട്ട് മൗജിൻ ചോദിക്കുന്നുണ്ട് അവൻ്റെ ഫ്രണ്ടിനോട് അവൻ എന്ത് ചെയ്യുന്ന. അപ്പം പറയുകയാണ്, ലിൻഡയായിട്ട് ഡേറ്റിങ്ങിന് പോയി, അതുകൊണ്ട് അവന് വരാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, നിൻ്റെ സഹായം വേണ്ടെന്ന്. അവർ രണ്ടുപേരും ഡേറ്റിങ്ങിന് പോകാമെന്ന് കേട്ടപ്പോൾ അവൾക്ക് ജലസിയായിരുന്നു തോന്നുന്നത്. അവൻ വീട്ടിലെത്തുന്നു.
എന്നാൽ അവൻ നല്ലതായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അവൾ ഹാങ് ഓവർ ഡ്രിങ്ക് അവന് കൊടുക്കുകയാണ്. ആ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ലിൻഡെ ആയിട്ടുള്ള ഡേറ്റിങ്ങിന്. അവൾ ചോദിച്ചാൽ അവളിന് മനസ്സിലായില്ല. അപ്പോൾ അവൾ പറയുകയാണ് ഇല്ല ഒന്നുമില്ല, ഞാൻ കിടന്നുറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങി. എന്നാൽ അവൻ പറയുന്നു നീ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ വേറൊരു സിറ്റിയിലേക്ക് പോകണം, അതായിരിക്കും നിൻ്റെ ഫ്യൂച്ചറിന് നല്ലതെന്ന്. അപ്പോൾ അവൾ ചോദിക്കുകയാണ് അവനോട് നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നതെന്ന്. പക്ഷെ അവനൊന്നും മിണ്ടുന്നുമില്ല. പിന്നീട് രാത്രിയിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ റൂമിൽ അവനൊരു കോൾ വരികയാണ്. അവൻ എയർപോർട്ടിൽ പോകുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നത് ഇവൾ കേട്ടു. അപ്പോൾ ഓടി ചെന്നിട്ട് അവൾ ചോദിക്കുകയാണ് ആരാ പോകുന്നത്, ഞാനും കൂടെ വന്നോട്ടെ എന്നൊക്കെ. അപ്പോൾ അവൻ പറയുകയാണ് നീ ഇപ്പം പോയി പഠിക്കും, ഞാൻ ഏതായാലും ഇപ്പം പോകുന്നില്ലെന്ന്. പിന്നീട് അവൾ ആരാ പോയെന്ന് ചോദിക്കുമ്പം പറയുകയാണ് ലിൻഡയാണ് പോകുന്നത്, അവളെ ഞാൻ സി ഓഫ് ചെയ്യാൻ പോകണമെന്നൊക്കെ. അപ്പോൾ അവൾ പറയുകയാണ് നീ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ പോകുന്നത്, എനിക്കതുവരെ എന്നെ പഠിപ്പിക്കാവോന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും ഇരുന്ന് പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് പോയി ലിൻഡയെ സി ഓഫ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്ന അവളുടെ ഗ്രാജുവേഷനാണ്. ഓരോരുത്തരും അവരുടെ ഷർട്ടിലൊക്കെ ഓരോന്നൊക്കെ എഴുതി കൊടുക്കുന്നു. അപ്പം രാത്രി വന്നിട്ട് അവനോടും ചോദിക്കുന്നുണ്ട് എൻ്റെ ഷർട്ടിൽ ഞാൻ എവിടെ പോയാലും എങ്ങോട്ട് പോയാലും നമ്മൾ ഒരുമിച്ചായിരിക്കും എപ്പോഴും എന്നും എഴുതി തരാമെന്നൊക്കെ ചോദിച്ച് അവനെ കൊണ്ട് എഴുതിപ്പിക്കുന്നു. അങ്ങനെ അവളുടെ ഫൈനൽ എക്സാമിൻ്റെ ദിവസമായി. അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് അവൾക്ക് വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുവാണ് ചെന്നിയെ. റെഡ് ഡ്രസ്സ് ഇട്ടാൽ ലക്ക് വരുമെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവൻ റെഡ് ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് അവർ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നു. അത് കഴിഞ്ഞ് അവൾ സ്കൂളിൽ പോവുകയാണ്, അവനെ കൊണ്ടുവിടുന്നുമുണ്ട്. എന്നിട്ട് പോകുന്ന വഴിക്കെല്ലാം ചോദിക്കുന്നുണ്ട് ഹോൾ ടിക്കറ്റ് എടുത്തോ, പെൻസിൽ എടുത്തോ, റബ്ബർ എടുത്തോ എന്നൊക്കെ. അവൾ ചോദിക്കുന്നുണ്ട് ഇത് എത്രാമത്തെ പ്രാവശ്യം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, എല്ലാം എടുത്തു, എല്ലാം സെറ്റാണെന്ന് പറയുകയാണ് അവൾ. അങ്ങനെ അവർ സ്കൂളിലെത്തി. അവൾക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഗേറ്റ് തുറന്നപ്പോൾ അവൾ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോയെങ്കിലും തിരിച്ച് ഓടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ അവൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവൾ എക്സാം എഴുതുകയാണ്. എഴുതി കഴിഞ്ഞിട്ട് അവൾ ഓടി വരികയാണ് അവൻ്റെ അടുത്ത്. അവനും ഉണ്ടായിരുന്നു, അവൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കൂടെ. അവരെല്ലാവരും അവളെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ് കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നെന്ന്. അവനാണെങ്കിൽ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഫ്ലവേഴ്സ് മേടിച്ചിരുന്നു, അത് അവൾക്ക് കൊടുക്കുകയാണ്. എന്നാൽ ആ സന്തോഷത്തിന് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ അവൻ പറഞ്ഞപ്പോൾ അവൾ പറയുകയാണ് വേണ്ട, നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് 2 പേർക്കും ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ വീട്ടിലെത്തുന്നു. എന്നാൽ അവൾക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ ചെന്ന ഉടനെ അവൾ ഫുഡ് കഴിക്കുകയല്ല. അവൾ ഓടിപ്പോയിട്ട് ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് അവൻ കൊടുത്ത ഫ്ലവേഴ്സ് ആയിരുന്നു അതിനകത്ത് വെക്കുന്നത്. എന്നിട്ടാണ് അവൾ ഫുഡ് കഴിക്കാൻ പോയത്. പിന്നീട് പോലീസുകാരൻ്റെ ഫിയാൻസിയുടെ കൂടെ വെഡ്ഡിങ് ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പോകുന്നതാണ്. എന്നാൽ ഒരു ഡ്രസ്സ് കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട് അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവൾ ചോദിക്കുന്നു നീ കൂടി ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യുക, ഏതായാലും എന്തെങ്കിലും കല്യാണം കഴിക്കാനുള്ള എല്ലാം പറയുകയാണ്. അപ്പോൾ അവൾ പോയി ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യുന്നു. എന്നിട്ട് ആ സമയത്ത് ഫിയാൻസി ചോദിക്കുകയാണ് നിനക്ക് ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ എന്ന്. അവൾ പറയുന്നു ഇല്ലെന്ന്. അപ്പോൾ ആ ഫിയാൻസി തന്നെ പറയുന്നുണ്ട് നിനക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. അവൾ നിർബന്ധിക്കുന്നതുകൊണ്ട് തന്നെ അവൾ പറയുകയാണ് എനിക്കൊരു ക്രഷുണ്ട്, എനിക്ക് അവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, അവൻ്റെ ചിന്തകളാണ് എപ്പോഴും. പക്ഷെ അവനെ കാണുമ്പോൾ അല്ല എനിക്ക് തോന്നുന്നത് ഞങ്ങൾ രണ്ടുപേരും എപ്പോഴെങ്കിലും പിരിയേണ്ടവരാണെന്ന്. അപ്പോൾ ആ ഫിയാൻസി പറയുകയാണ് അങ്ങനെയൊന്നുമല്ല, ഈ യങ് ലവ് എന്ന് പറയുന്നത് ഭയങ്കര പ്രീഷ്യസ് ആണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് സേവ് ചെയ്യണമെന്ന് പറയുകയാണ്. അവൾ ഓക്കെ എന്നും പറയുന്നുണ്ട്. അതേ സമയത്ത് പോലീസുകാരൻ ചെയ്യും കൂടെ സംസാരിക്കുകയാണ്. അയാളാണെങ്കിൽ അവരുടെ വെഡ്ഡിങ് റിങ് കാണിക്കുന്നുണ്ട് അവനെ. എന്നിട്ട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ മ്യൂജിയം യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ചെയ്യാതെ ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് അവളുടെ ഗ്രാജുവേഷനും നിൻ്റെ ഡേറ്റും ലൈഫും തമ്മിൽ എന്താ ബന്ധമെന്നൊക്കെ. അപ്പോൾ അവനൊന്നും മിണ്ടുന്നുമില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ 4 പേരും കൂടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയത്ത് ചെയ്യയും മൗജിങ്ങും അവർ തമ്മിലുള്ള സംസാരവും അവർ പെരുമാറ്റവും എല്ലാം അവർ രണ്ടുപേരും ശ്രദ്ധിക്കുകയാണ്. അയാൾ മൗജിങ്ങിനോട് ചോദിക്കുകയാണ് ഏതായാലും എക്സാമൊക്കെ കഴിഞ്ഞില്ലേ, നിനക്ക് നല്ല മാർക്ക് ഏതായാലും കിട്ടും, അതുകൊണ്ട് നീ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നതെന്നൊക്കെ തീരുമാനിച്ചോന്ന്. ഏതായാലും ഈ സിറ്റിയിലെ ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുകയാണ്. ഈ സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയൊക്കെ നല്ല, പക്ഷേ നിനക്ക് മാർക്ക് ഉള്ളതുകൊണ്ട് ഇതിനേക്കാട്ടിലും വലിയ സിറ്റി നിനക്ക് പോവാം, അവിടുത്തെ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾ പറയുന്നു എൻ്റെ ഫാമിലിയും എൻ്റെ വീടും എല്ലാം ഈ സിറ്റിയിൽ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഈ സിറ്റിയിൽ നിന്നേ പഠിക്കുന്നുള്ളൂ. സത്യം പറ, ഏതെങ്കിലും ചെറുക്കൻ കാരണമാണോ നീ ഈ സിറ്റിയിൽ തന്നെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവൾ അത് പിന്നെയെന്ന് പറഞ്ഞ് വിഷയം മാറ്റാൻ നോക്കുമ്പോൾ അപ്പം പെട്ടെന്ന് പറയുകയാണ് ഞാൻ കാരണമാണ് എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലെന്ന്. അവർ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഡിഷസ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ചെയ്യും കുട്ടിക്കൊണ്ട് അയാൾ താഴോട്ട് പോകുന്നു. എന്നാൽ മൗജിങ്ങായിട്ട് അവർ ഇറങ്ങിപ്പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയോ താഴെ ഇരുന്ന് സംസാരിക്കുന്ന അവൾ കാണുന്നുമുണ്ട്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവർ വെളിയിൽ നിൽക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്നാ സംസാരിച്ചതെന്ന്. അപ്പോൾ അവൻ പറയുകയാണ് കമ്പനി കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചതെന്നൊക്കെ. എന്നാൽ മഴ വരുന്നതും കണ്ട് അവർ പറയുകയാണ് ഞങ്ങൾ നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന്. എന്നാൽ അവൻ പറയുന്നു ഇല്ല ഞങ്ങൾ ബൈക്കായിട്ടാണ് വന്നേ, ബൈക്കിന് മഴയ്ക്ക് മുമ്പേ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ്. പക്ഷേ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ പെയ്യുന്നു. അങ്ങനെ ബൈക്കിൽ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ഓർക്കുകയാണ്. അയാൾ ചോദിക്കുന്നുണ്ട് അവനോട് നിനക്ക് മൗജിനെ ഇഷ്ടമല്ലേ എന്ന്, അതുകൊണ്ടല്ലേ അവളെ വേറെ സിറ്റിയിലേക്ക് വിടാൻ നിനക്ക് അധികം താല്പര്യമില്ലാത്തതെന്ന്. അവൾക്കും അതുപോലെ തന്നെ, അതുകൊണ്ടാണ് അവളും വേറെ സിറ്റിയിൽ പോകാതെ നിനക്ക് വേണ്ടി ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന്, നിനക്കതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ഈ സിറ്റിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവളുടെ ഫ്യൂച്ചർ എന്താവും, നിൻ്റെ ഫ്യൂച്ചർ എന്താവും, ഇതിനെപ്പറ്റിയൊക്കെ നീ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മഴയത്ത് ഈ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിന്ന് പോവുകയാണ്. എന്നിട്ട് അവർ വണ്ടി ഉന്തിക്കൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ മഴയത്ത് അവർ ഇരിക്കുമ്പോൾ അവൻ ചോദിക്കുകയാണ് നിനക്ക് തണുക്കുന്നുണ്ടോ എന്ന്. എന്നിട്ട് അവൻ്റെ കോട്ടാണെങ്കിൽ ഊരിയിട്ട് അവളുടെ തലമുടിയെല്ലാം തോർത്തി കൊടുക്കുകയാണ്. മൗജിങ് പറയുന്നുണ്ട് വെയിൻ പറഞ്ഞ ശരിയാണ്, ഞാൻ വീടുമായിട്ടല്ല അറ്റാച്ച്ഡ് എന്ന്. അപ്പോൾ ചെയ്യെ പറയുകയാണ് ഈ സിറ്റി വളരെ കുഞ്ഞാണ്, നിൻ്റെ ഫ്യൂച്ചറിന് ഇത് നല്ലതല്ല, അതുകൊണ്ട് നീ വലിയ സിറ്റിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഈ സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വീട് പോലെയാണ്, വളരെ ചെറുതാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ ഭാവി അത്ര നല്ലതല്ലായിരിക്കും, എന്നാൽ എന്നെങ്കിലും നിനക്ക് വേറൊരു വലിയ വീട്ടിലോട്ടോ അല്ലെങ്കിൽ വേറെ വലിയ സിറ്റിയിലോട്ടോ നിനക്ക് മാറിയേ പറ്റുള്ളൂ, എത്ര നാൾ നീ ഇവിടെ തന്നെ നിൽക്കും എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് അവളോട്. അപ്പോൾ അവൾ പറയുന്നു നീ ഇല്ലാത്ത വീട് ഒരു വീടല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് ഇഷ്ടമുള്ള എന്താണെന്ന് നിനക്കറിയാവല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ പതുക്കെ അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് അവർ തമ്മിൽ പതുക്കെ കിസ് ചെയ്യുകയാണ്.